നമസ്കാരം. സഹകാരി റേസ് പ്ലസിന്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് PYQ സീരീസുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2022 നടന്നിട്ടുള്ള ഒരു 10ാം ക്ലാസ് പ്രിലിമിനറി എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. രണ്ടാമത്തെ സ്റ്റേജിൽ നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. 60/2022 ആണ് ക്വസ്റ്റ്യൻ കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഒന്നാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. മലയാള ഭാഷയും സംസ്കാരവും ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച സംരംഭം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഭാഷാ മിഷനുണ്ട്, മലയാള വേദിയുണ്ട്, മലയാളം മിഷനുണ്ട്, സർഗ കൈരളിയുണ്ട്. നമുക്കറിയാം, മലയാള ഭാഷയും സംസ്കാരവും ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കേരള സർക്കാർ ആരംഭിച്ച സംരംഭമാണ് മലയാളം മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് മലയാളം മിഷൻ, എന്തിനു വേണ്ടിയിട്ടാണ് ഇത് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മലയാള ഭാഷയും സംസ്കാരവും ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കേരള സർക്കാർ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഇതെന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രവാസി മലയാളികൾക്ക് മലയാള ഭാഷാ പഠനത്തിന് അവസരം ഒരുക്കുന്നതിന് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണിത്. ആർക്ക് വേണ്ടിയിട്ടാണ്? പ്രവാസി മലയാളികൾക്ക് വേണ്ടി. അപ്പോൾ പ്രവാസി മലയാളികൾക്ക് വേണ്ടിയിട്ട് എന്തിനാണ്? അവർക്ക് മലയാള ഭാഷാ പഠനത്തിന് അവസരം ഒരുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കേരള സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള പദ്ധതിയാണ് മലയാളം മിഷൻ എന്ന് പറയുന്നത്. എന്താണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിച്ചു വെച്ചോ. എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം. എന്താണ് ഇതിൻ്റെ ലക്ഷ്യം? എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇനി മലയാളം മിഷന്റെ ആസ്ഥാനമാണ് ചോദിക്കുന്നതെങ്കിൽ അത് നമ്മുടെ തിരുവനന്തപുരത്താണ്. ഇനി 2009 ഒക്ടോബർ 22 എന്ത് ചെയ്യുന്നത്? മലയാളം മിഷന്റെ ഇനാഗുറേഷൻ, ഉദ്ഘാടനം നടക്കുന്നത്. മലയാളം മിഷൻ ഒരു മുഖപത്രമുണ്ട്. മുഖപത്രത്തിന്റെ പേരിതാണ് ഭൂമി മലയാളം. മലയാളം മിഷന്റെ മുഖപത്രത്തിന്റെ പേരെന്താണ്? ഭൂമി മലയാളം. അപ്പോൾ ശ്രദ്ധിച്ചോ, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തായിരുന്നു? മലയാള ഭാഷയും സംസ്കാരവും ആഗോളതലത്തിൽ പ്രചരിപ്പിക്കാൻ കേരള സർക്കാർ ആരംഭിച്ച സംരംഭത്തിന്റെ പേരാണ് മലയാളം മിഷൻ. 2009 ഒക്ടോബർ 22 ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ്. ഇതിന്റെ ലക്ഷ്യം എന്താണ്? എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. എന്തിനു വേണ്ടി കൊണ്ടുവന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രവാസി മലയാളികൾക്ക് മലയാള ഭാഷാ പഠനത്തിന് അവസരം ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് കേരള സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് മലയാളം മിഷൻ എന്ന് പറയുന്നത്. ഭൂമി മലയാളം ഇതിന്റെ മുഖപത്രമാണ്. ഭൂമി മലയാളം എന്താണ്? ഇതിന്റെ മുഖപത്രമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. മീശ എന്ന നോവൽ രചിച്ചത് ആര്? സ്ഥിരം ക്വസ്റ്റ്യൻ ആയിരുന്നു. PSCയുടെ ഒരു സമയത്ത് സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് മീശ എന്ന നോവല് രചിച്ചത് ആരാണ് എന്നുള്ളത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എളുപ്പം മനസ്സിലാവും. ഏതാണ്? എസ് ഹരീഷ്. എസ് ഹരീഷിൻ്റെ കൃതിയാണ് ഏതെന്ന് പറയുന്നത്? മീശ എന്ന് പറയുന്നത്. അതുപോലെ എസ് ഹരീഷിൻ്റെ പ്രശസ്തമായിട്ടുള്ള മറ്റൊരു കൃതിയാണ് ഓഗസ്റ്റ് 17. ഓഗസ്റ്റ് 17 ആരുടെ കൃതിയാണ്? എസ് ഹരീഷിൻ്റെ മറ്റൊരു പ്രശസ്തമായിട്ടുള്ള കൃതിയാണ്. അതുപോലെ തന്നെ 2-3 കൃതികൾ കൂടി പഠിച്ചു വെച്ചോ. ആദം എന്ന് പറയുന്നത് എസ് ഹരീഷിൻ്റെ കൃതിയാണ്. അപ്പൻ എന്ന് പറയുന്നത് എസ് ഹരീഷിൻ്റെ കൃതിയാണ്. പട്ടുനൂൽ പുഴു എന്ന് പറയുന്നതും ആരുടെ കൃതിയാണ്? എസ് ഹരീഷിൻ്റെ കൃതിയാണ്. അപ്പോൾ നമ്മൾ മീശ എന്ന നോവലിനെ കുറിച്ചാണ് പറഞ്ഞത്. എഴുതിയത് ആരാണ്? എസ് ഹരീഷാണ്. ഓഗസ്റ്റ് 17 അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രശസ്തമായിട്ടുള്ള കൃതിയാണ്. ആദം, അപ്പൻ, പട്ടുനൂൽ പുഴു ഇതെല്ലാം എസ് ഹരീഷിൻ്റെ പ്രശസ്തമായിട്ടുള്ള കൃതികളാണ്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. K-ഫോൺ പദ്ധതിയെക്കുറിച്ച് ശരിയായ പ്രസ്താവന. ശരിയായ പ്രസ്താവന ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കോ. എല്ലാ വീടുകളിലും മൊബൈൽ ഫോൺ സേവനം, എല്ലാ വീടുകളിലും അതിവേഗ ഇൻ്റർനെറ്റ് സേവനം, എല്ലാ വീടുകളിലും ലാൻഡ് ഫോൺ സേവനം, എല്ലാ വീടുകളിലും വയർലെസ് സേവനം. നമുക്കറിയാം K-ഫോൺ എന്തിനു വേണ്ടി വന്നതാണ്? എല്ലാ വീടുകളിലും അതിവേഗ ബ്രോഡ്ബാൻഡ് കണക്ഷൻ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് സേവനത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? K-ഫോൺ എന്ന് പറയുന്നത്. എന്താണ് K-ഫോണിൻ്റെ പൂർണ്ണ രൂപം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക്. കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക്. കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് എന്നുള്ളതാണ് എന്താണ് K-ഫോണിൻ്റെ
ശരിയായിട്ടുള്ള കെ ഫോണിന്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത്, കെ ഫോണിന്റെ പൂർണ്ണ രൂപം എന്തായിരുന്നു? കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് എന്നാണ്. അപ്പോൾ കെ ഫോൺ പദ്ധതിയെക്കുറിച്ച് തന്നിട്ടുള്ളതിൽ ശരിയായ പ്രസ്താവന എന്താണ്? എല്ലാ വീടുകളിലും അതിവേഗ ഇന്റർനെറ്റ് സേവനത്തിന് വേണ്ടിയിട്ടാണ് കെ ഫോൺ പദ്ധതി വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയ വർഷം. നോക്കിക്കേടാ, ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 1951 ആണ്. 1951 ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കുന്നത്. 1951 1956 കാലഘട്ടത്തിലാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കുന്നത്. എടാ, ഇത് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്ക്, പഴയ SCERT ടെക്സ്റ്റ് ബുക്കില്ലേ, ആ പഴയ SCERT ടെക്സ്റ്റ് ബുക്ക് സോഷ്യൽ സയൻസിൽ 8ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും എന്ന് പറയുന്ന ഭാഗത്ത് നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അതായത് 2022 നടന്ന ഒരു എക്സാം അല്ലേ. അപ്പം എന്തായാലും ആ സമയത്തുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത് അന്നുണ്ടായിരുന്ന SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്. ഇപ്പോഴും പഴയ SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നും പുതിയ SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നും PSC ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇത് 2022 നടന്ന എക്സാം ആയതുകൊണ്ട് അന്നുണ്ടായിരുന്ന SCERT ടെക്സ്റ്റിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. നോക്കിക്കേ, ഇതിലെന്താ പറയുന്നതെന്ന്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് വ്യക്തമായി പറയുന്നുണ്ട്. 1951 മുതൽ 56 വരെയാണ്. ഇതിൻ്റെ ലക്ഷ്യം എന്താണ്? കാർഷിക മേഖലയുടെ സമഗ്ര വികസനമാണ്. കാർഷിക മേഖലയുടെ സമഗ്ര വികസനമാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ എന്താണ് ലക്ഷ്യമായിട്ട് പറയുന്നത്. എടാ, അങ്ങനെയാണെങ്കിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതി നടന്നതെന്ന 1956 1961 കാലഘട്ടത്തിലാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി നടക്കുന്നത്. അതിൻ്റെ ലക്ഷ്യം ചോദിച്ചു കഴിഞ്ഞാൽ വ്യാവസായിക മേഖലയുടെ വികസനം. അപ്പോൾ നമ്മൾ 1ഉം 2ഉം പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യം പഠിച്ചു, വർഷം പഠിച്ചു. 1951 56 കാലഘട്ടത്തിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി നടക്കുന്നു. ലക്ഷ്യം എന്താണ്? കാർഷിക മേഖലയുടെ സമഗ്ര വികസനം. രണ്ടാം പഞ്ചവത്സര പദ്ധതി 1956 61 കാലഘട്ടത്തിൽ നടക്കുന്നു. വ്യാവസായിക മേഖലയുടെ വികസനമാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. COVID-19 ബന്ധപ്പെട്ട് സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേര് ഏതാണ്? ആരോഗ്യ സേതു, ആരോഗ്യ മിത്ര, ആരോഗ്യ പരിപാൽ, ആരോഗ്യ മന്ത്ര. ഏതാണ്ട് എല്ലാ പേർക്കും അറിയാം ആരോഗ്യ സേതു ആപ്പ്. നമ്മൾ ഈ കോവിഡിന്റെ സമയത്ത് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു ആപ്പിന്റെ പേരാണ് ആരോഗ്യ സേതു എന്ന് പറയുന്നത്. അപ്പോൾ COVID-19 ബന്ധപ്പെട്ടിട്ട് സർക്കാർ പുറത്തിറക്കിയിട്ടുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ആരോഗ്യ സേതു ആണ്. അടുത്ത 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. കേരള സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? കേരള സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? എടാ, എവിടെയാണ് കേരള സർവകലാശാലയുടെ ആസ്ഥാനം? തൃശ്ശൂരാണ്. എവിടെയാണ്? തൃശ്ശൂരിലാണ് കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. അർജുന അവാർഡ് നേടിയ അങ്കിത റെയ്നയുടെ കായിക ഇനം. ഇപ്പോൾ PSC ചോദിക്കാറുണ്ട്, എന്താണ്? കായിക താരങ്ങളുടെ പേര് തരും, അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കായിക ഇനം ഏതാണ് എന്നുള്ള രീതിയിൽ PSC ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അർജുന അവാർഡ് നേടിയ അങ്കിത റെയ്നയുടെ കായിക ഇനം ഏതാണ് എന്നുള്ളതാണ്. ഏതാണ്? ക്രിക്കറ്റ് അല്ല, ഫുട്ബോൾ അല്ല, കബഡി അല്ല. ആൻസർ എന്ന് പറയുന്നത് ടെന്നീസ് ആണ്. അപ്പോൾ അർജുന അവാർഡ് നേടിയ അങ്കിത റെയ്നയുടെ കായിക ഇനം ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പറയണം? ടെന്നീസ് പറയണം. അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോടാം. കുടുംബശ്രീ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ഒന്നാമത് പറയുന്നു ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ശിശു പോഷക ആഹാരം, വനിതാ ശാക്തീകരണം, വായ്പാ വിതരണം. ഇതിൽ കുടുംബശ്രീയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. കുടുംബശ്രീ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ഒന്നെന്ന് പറയുന്നു ദാരിദ്ര്യ നിർമ്മാർജ്ജനം, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു ശിശു പോഷക ആഹാരം, 3 വനിതാ ശാക്തീകരണം, 4 വായ്പാ വിതരണം. നോക്കിക്കോ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കുടുംബശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രധാന ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ് എന്നാണ്. എടാ, ഈ ഒരു ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് നോക്കിക്കോ. നമ്മുടെ ഇപ്പം ഞാൻ ഇതിൽ എടുത്തു വെച്ചേക്കുന്നത് പുതിയ ടെക്സ്റ്റ് ബുക്കിലെ 7ാമത്തെ ചാപ്റ്റർ, സോഷ്യൽ സയൻസിലെ 7ാമത്തെ ചാപ്റ്റർ ആയ ഭക്ഷ്യോൽപാദനം മുതൽ ഭക്ഷ്യ സുരക്ഷ വരെ, ആ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ഭാഗമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വെച്ചേക്കുന്നത്. ഈ സെയിം കണ്ടന്റ് തന്നെ നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുക്കിലും ഉണ്ട്. അപ്പോൾ
കണ്ടന്റ് രണ്ടും സെയിം ആണ്. പഴയ ടെക്സ്റ്റ് ബുക്കിലായിക്കോട്ടെ പുതിയ ടെക്സ്റ്റ് ബുക്കിലായിക്കോട്ടെ നിങ്ങൾ പഠിക്കുന്ന കാര്യം കണ്ടന്റ് ചിലപ്പോൾ സെന്റൻസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുമെങ്കിലും കണ്ടന്റ് എന്താണ്? കണ്ടന്റ് ഒരേപോലെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നത് പുതിയ ടെക്സ്റ്റ് ബുക്ക് ആയതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്തേക്കുന്നത്, ഞാൻ പുതിയ ടെക്സ്റ്റ് ബുക്കിൻ്റെ സ്ക്രീൻഷോട്ട് വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ 7ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഭക്ഷ്യോൽപാദനം മുതൽ ഭക്ഷ്യസുരക്ഷ വരെ എന്നുള്ള ചാപ്റ്ററിലാണ് കുടുംബശ്രീയുടെ പ്രധാന ലക്ഷ്യങ്ങളെക്കുറിച്ചും കുടുംബശ്രീയെക്കുറിച്ചും ഒരു ഔട്ട്ലൈൻ പറഞ്ഞിട്ടുള്ളത്. ശ്രദ്ധിച്ചോ, എന്താണ് ഇതിൽ പറയുന്നതെന്ന്? ദാരിദ്ര്യ ലഘൂകരണവും സ്ത്രീകളുടെ സാമ്പത്തിക ഉയർച്ചയും ലക്ഷ്യമിട്ട് 1998 മെയ് 17 ആരംഭിച്ച പദ്ധതിയാണ് കുടുംബശ്രീ. വ്യക്തമായി പറയുന്നുണ്ട് കുടുംബശ്രീ എന്തിനു വേണ്ടിയാണ് വന്നത്? ദാരിദ്ര്യ ലഘൂകരണവും അതുപോലെ തന്നെ സ്ത്രീകളുടെ സാമ്പത്തിക ഉയർച്ചയും ലക്ഷ്യമിട്ട് 1998 മെയ് 17 ആരംഭിച്ച പദ്ധതിയാണ് കുടുംബശ്രീ. അപ്പം നോക്കിക്കേ, എന്താണ് കുടുംബശ്രീയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്? ഒന്ന് എന്ന് പറയുന്നത് ദാരിദ്ര്യം ലഘൂകരിക്കുക. എന്താണ് ദാരിദ്ര്യ ലഘൂകരണം എന്ന് പറയുന്നത്? നമ്മുടെ കുടുംബശ്രീയുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്. അതുപോലെ തന്നെ വനിതാ ശാക്തീകരണം, സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നതും എന്താണ്? നമ്മുടെ കുടുംബശ്രീയുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്. സ്ത്രീകളുടെ സാമ്പത്തിക ഉയർച്ച കൊണ്ടുവരിക, സ്ത്രീകളെ സാമ്പത്തികമായി മുൻധാരയിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നതും കുടുംബശ്രീയുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്. നോക്കിക്കോ, സാമൂഹ്യ ജീവിതത്തിന്റെ ഭൂരിഭാഗം മേഖലകളിലും ഈ പ്രസ്ഥാനം വ്യാപിച്ചു കഴിഞ്ഞു. ശരിയാണ്, നമ്മൾ നമ്മുടെ സ്വന്തം വീടുകളിൽ നോക്കിയാൽ മതി, എല്ലാ സ്ഥലങ്ങളിലും എന്തുണ്ട്? എല്ലായിടത്തും കുടുംബശ്രീ ഉണ്ട്. കുടുംബശ്രീയിൽ അംഗമായിട്ടുള്ള അമ്മമാരും ചേച്ചിമാരും ഒക്കെ നമ്മുടെ ചുറ്റുമുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനം, അതുപോലെ തന്നെ വനിതാ ശാക്തീകരണം, വനിതകളുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കൽ, ഇതെല്ലാം കുടുംബശ്രീയുടെ ലക്ഷ്യമാണ്. 1998 മെയ് 17 കുടുംബശ്രീ വരുന്നത്. നോക്കിക്കേ, ഷീ സ്റ്റാർട്ട്സ്, ജനകീയ ഹോട്ടലുകൾ, കൊച്ചി മെട്രോ സർവീസ്, കേരളത്തിലെ ആദ്യത്തെ വാട്ടർ മെട്രോ സർവീസ് എന്നിവയിലും കുടുംബശ്രീ അംഗങ്ങൾ തൊഴിലെടുക്കുന്നു. അപ്പൊ ഈ പറയുന്ന എല്ലാ മേഖലകളിലും ആരുണ്ട്? കുടുംബശ്രീ അംഗങ്ങൾ പണിയെടുക്കുന്നുണ്ട്. എവിടെയൊക്കെയാണ്? ഷീ സ്റ്റാർട്ട്സ് എന്ന് പറയുന്ന സംരംഭത്തിൽ, അതുപോലെ തന്നെ ജനകീയ ഹോട്ടലുകളിൽ, കൊച്ചി മെട്രോ സർവീസിൽ, കേരളത്തിലെ ആദ്യത്തെ മെട്രോ സർവീസിൽ, ഇവയിലെല്ലാം ആരുണ്ട്? കുടുംബശ്രീ അംഗങ്ങൾ തൊഴിലെടുക്കുന്നുണ്ട്. അടുത്ത സെന്റൻസ് ശ്രദ്ധിച്ചോ, രാജ്യത്തെ ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലും കുടുംബശ്രീ മാതൃക ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇന്ത്യ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും എന്തുണ്ട്? കുടുംബശ്രീ നിലവിലുണ്ട്. കുടുംബശ്രീയുടെ അനുഭവങ്ങളും നേട്ടങ്ങളും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിനും സാമൂഹ്യ മൂലധന സമാഹരണത്തിനും സഹായകമാണ്. പറയുന്നതൊന്നുമില്ല, നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്? കുടുംബശ്രീയുടെ ലക്ഷ്യങ്ങൾ എന്താണ് എന്നുള്ളതാണ്. ഇപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി, വനിതാ ശാക്തീകരണം, വനിതകളുടെ സാമ്പത്തിക ഉന്നമനം, അതുപോലെ തന്നെ എന്താണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നിവയ്ക്ക് വേണ്ടിയിട്ട് 1998 മെയ് 17 ആരംഭിച്ച പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? കുടുംബശ്രീ. നമ്മുടെ സമൂഹ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കുടുംബശ്രീ ഇപ്പോൾ വ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എവിടെ നോക്കിയാലും കുടുംബശ്രീ പ്രവർത്തകരുണ്ടാവും അല്ലേ? നമ്മുടെ കൊച്ചി മെട്രോയിലായിക്കോട്ടെ, വാട്ടർ മെട്രോയിലായിക്കോട്ടെ, ജനകീയ ഹോട്ടലുകളിലായിക്കോട്ടെ, ഷീ സ്റ്റാർട്ട്സ് എന്ന് പറയുന്ന സംരംഭത്തിലായിക്കോട്ടെ എന്ന് വേണ്ട നമ്മൾ കാണുന്ന എല്ലാ മേഖലകളിലും ആരുണ്ട്? കുടുംബശ്രീ പ്രവർത്തകരുണ്ട്. അവരെന്താണ് ചെയ്യുന്നത്? അവർ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും അതുപോലെ തന്നെ വൈജ്ഞാനിക സാമ്പദ് വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിനും സാമൂഹ്യ മൂലധന സമാഹരണത്തിനും ഒക്കെ ഈ കുടുംബശ്രീ പ്രവർത്തകർ എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കുന്നുണ്ട്. ഇനി നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് വരാം. നമ്മളോട് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? കുടുംബശ്രീ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഏത്? നമുക്കറിയാം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത് കുടുംബശ്രീയുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. ശിശു പോഷകാഹാരം എന്നുള്ളത് കുടുംബശ്രീയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമല്ല. വനിതാ ശാക്തീകരണം എന്ന് പറയുന്നതും എന്താണ്? കുടുംബശ്രീ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്. അപ്പോൾ 8ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് 1ഉം 3ഉം ശരി, അതായത് ഡി ഓപ്ഷനാണ് ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം വന്നേക്കുന്നത് പുതിയ ടെക്സ്റ്റ് ബുക്കിലെ കാര്യമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. പഴയ ടെക്സ്റ്റ് ബുക്കിലും ഈ ഒരു കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, കുടുംബശ്രീ എന്താണെന്നൊക്കെ. ഓക്കെ, അപ്പോൾ എവിടെയാണ് ഇത് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ 6ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഭക്ഷ്യോൽപാദനം മുതൽ ഭക്ഷ്യസുരക്ഷ വരെ എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് ഈ ഒരു കാര്യം പറയുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ജില്ല ഏതാണ്? സിൽവർ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ജില്ല ഏതാണ്? എല്ലാ പേർക്കും അറിയാം, പത്തനംതിട്ട ജില്ല സിൽവർ ലൈൻ പദ്ധതിയിൽ ഇല്ല.
അപ്പോൾ നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ജില്ല ഏതാണ്? പത്തനംതിട്ടയാണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ, ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ. 2022 നടന്ന എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ആ സമയത്ത് എസ് സോമനാഥ് ആയിരുന്നു ISRO ചെയർമാൻ. എന്നാൽ നിലവിൽ ഇപ്പോൾ 2026 നിലവിലെ ISRO ചെയർമാൻ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? വി നാരായണൻ. ISRO ചെയർമാൻ ആരാണ്? വി നാരായണനാണ്. 1969 ഓഗസ്റ്റ് 15 ISRO നിലവിൽ വരുന്നത്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്നാണ് ISROയുടെ പൂർണ്ണ രൂപം. അന്തരീക്ഷ ഭവൻ ബാംഗ്ലൂരാണ് ഇതിൻ്റെ ആസ്ഥാനം. അന്തരീക്ഷ ഭവൻ ബാംഗ്ലൂരാണ് എന്തിൻ്റെ ആസ്ഥാനം? ISROയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. വിന്ധ്യപർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗത്തിന്റെ പേര്. ക്വസ്റ്റ്യൻ എന്താണ്? വിന്ധ്യാപർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗം ഏത്? മാൾവ പീഠഭൂമി, ചോട്ടാ നാഗ്പൂർ പീഠഭൂമി, ഡക്കാൻ പീഠഭൂമി, പൂർവഘട്ടം. 4 ഓപ്ഷൻസും നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് നമ്മുടെ SCERT ചാപ്റ്ററിൽ നിന്നാണ്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഡെക്കാൻ പീഠഭൂമിയാണ്. നമുക്ക് എന്താണ് ഡെക്കാൻ പീഠഭൂമി എന്നൊന്ന് നോക്കാം. SCERT ടെക്സ്റ്റ് ബുക്കിൽ ഡെക്കാൻ പീഠഭൂമിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് നോക്കിക്കേ. പശ്ചിമഘട്ടം, പൂർവഘട്ടം എന്നീ മലനിരകൾക്കിടയിലായി സാത്പുര പർവ്വതത്തിന് തെക്കുള്ള വിശാല പീഠഭൂമി പ്രദേശമാണ് ഡെക്കാൻ പീഠഭൂമി. അപ്പോൾ ഡെക്കാൻ പീഠഭൂമി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ പശ്ചിമഘട്ടത്തിനും പൂർവഘട്ടത്തിനും ഇടയിലായി സാത്പുര പർവ്വതനിരത്തിന് തെക്കുള്ള വിശാലമായിട്ടുള്ള ഒരു പീഠഭൂമി പ്രദേശമാണ് ഡെക്കാൻ പീഠഭൂമി. ശ്രദ്ധിച്ചോ. സാത്പുര പർവ്വതനിരം, മൈക്കല നിരകൾ, മഹാദിയോ കുന്നുകൾ എന്നീ മലനിരകൾ ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കേ അതിരാകുന്നു. ഓക്കെ, അപ്പോൾ സാത്പുര പർവ്വതനിരം, മൈക്കല നിരകള്, മഹാദിയോ കുന്നുകൾ എന്നീ മലനിരകൾ ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കേ അതിരാകുന്നു. ഓക്കെ, തെക്ക് എന്നർത്ഥമുള്ള ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഡെക്കാൻ എന്ന പേരുണ്ടായത്. അപ്പോൾ ഡെക്കാൻ എന്ന പേരുണ്ടായത് എങ്ങനെയാണ്? തെക്ക് എന്നർത്ഥമുള്ള ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഡെക്കാൻ എന്ന പേരുണ്ടായത്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ലാവ ഒഴുകിപ്പരന്നുണ്ടായ ബസാൾട്ട്, ഗ്രാനൈറ്റ്, നൈസ് തുടങ്ങിയ പരൽ രൂപശിലകളാണ് ഡെക്കാൻ പീഠഭൂമിക്ക് രൂപം നൽകുന്നത്. അപ്പോൾ ദശലക്ഷ വർഷക്കണക്കിന് ഉണ്ടായിട്ടുള്ള ലാവ ഒഴുകിപ്പരന്നുണ്ടായ ബസാൾട്ട്, ഗ്രാനൈറ്റ്, നൈസ് എന്നീ പരൽ രൂപശിലകളാണ് ഡെക്കാൻ പീഠഭൂമിക്ക് രൂപം നൽകുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചോ. എന്താണ് ഡെക്കാൻ പീഠഭൂമി പറയുന്നത്? പശ്ചിമഘട്ടം, പൂർവഘട്ടം എന്നീ മലനിരകൾക്കിടയിലായി സത്പുര പർവ്വതത്തിന് തെക്കുള്ള വിശാല പീഠഭൂമി പ്രദേശമാണ് ഡെക്കാൻ പീഠഭൂമി. സത്പുര പർവ്വതനിരം, മൈക്കല നിരകള്, മഹാദിയോ കുന്നുകള് എന്നീ മലനിരകള് ഡെക്കാൻ പീഠഭൂമിയുടെ ഏതതിരാണ്? വടക്കേ അതിരാകുന്നു. ഇനി ഡെക്കാൻ എന്ന പേരുണ്ടായത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദക്ഷിൺ എന്ന് പറയുന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഡെക്കാൻ എന്ന പേര് വരുന്നത്. ദക്ഷിൺ എന്ന വാക്കിന്റെ അർത്ഥം ചോദിച്ചു കഴിഞ്ഞാൽ തെക്ക് എന്നാണ്. അതുപോലെ തന്നെ എങ്ങനെയാണ് ഡെക്കാൻ പീഠഭൂമി ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഉണ്ടായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദശലക്ഷ വർഷങ്ങൾക്ക് മുൻപ് ലാവ ഒഴുകിപ്പരന്നുണ്ടായ ബസാൾട്ട്, ഗ്രാനൈറ്റ്, അതുപോലെ തന്നെ നൈസ് തുടങ്ങിയ പരൽ രൂപശിലകളാണ് എന്ത് ചെയ്യുന്നത്? ഡെക്കാൻ പീഠഭൂമിക്ക് രൂപം നൽകുന്നത്. അടുത്ത് ശ്രദ്ധിച്ചോ. ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗം ബസാൾട്ട് എന്ന ലാവാശിലകളാൽ നിർമ്മിതമാണ്. അപ്പോൾ ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് എന്തുണ്ട്? ബസാൾട്ട് എന്ന് പറയുന്ന ശിലയുണ്ട്. അതെന്ന് പറയുന്നത് ലാവാശിലകളാൽ നിർമ്മിതമാണ്. എന്ത്? ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറ് ഭാഗം ബസാൾട്ട് എന്ന് പറയുന്ന ലാവാശിലകളാൽ നിർമ്മിതമാണ്. ഈ മേഖലയെ പറയുന്ന പേരാണ് എന്ത്? ഡെക്കാൻ ട്രാപ്പ്. അപ്പോൾ ഈ മേഖലയെ പറയുന്ന പേരെന്തെന്നാണ്? ഡെക്കാൻ ട്രാപ്പ് എന്നാണ്. അപ്പോൾ ഈ ഡെക്കാൻ ട്രാപ്പ് എന്താണ് എന്നൊരു ക്വസ്റ്റ്യൻ PSC ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, 2025 നടന്ന ഒരു എക്സാമിന് എന്താണ് ഡെക്കാൻ ട്രാപ്പ് എന്ന് PSC ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഡെക്കാൻ ട്രാപ്പ്? ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗം എന്ത് ശിലകളാൽ? ബസാൾട്ട് എന്ന് പറയുന്ന ലാവാശിലകളാൽ നിർമ്മിതമാണ്. അപ്പോൾ ഈ മേഖലയെ പറയുന്ന പേരാണ് എന്ത്? ഡെക്കാൻ ട്രാപ്പ് എന്ന് പറയുന്നത്.
ബസാൾട്ട് ശിലയ്ക്ക് അപക്ഷയം സംഭവിച്ച് രൂപം കൊള്ളുന്ന കറുത്ത മണ്ണാണ് ഈ മേഖലയുടെ സവിശേഷത. അപ്പൊ ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് അവിടുത്തെ മണ്ണാണ്. ഓക്കെ, കറുത്ത മണ്ണ് അല്ലെങ്കിൽ റിഗർ മണ്ണാണ് ഡെക്കാൻ പീഠഭൂമി പ്രദേശത്ത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ ബസാൾട്ട് ശിലയ്ക്ക് എന്ത് സംഭവിക്കുന്നു? അപക്ഷയം സംഭവിച്ചിട്ട് രൂപം കൊള്ളുന്ന മണ്ണാണ് കറുത്ത മണ്ണ്. ഈ കാണുന്ന കറുത്ത മണ്ണാണ് എന്ത് ചെയ്യുന്നത്? ഡെക്കാൻ പീഠഭൂമി പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയായിട്ട് പറയുന്നത്. കറുത്ത മണ്ണിന്റെ മറ്റൊരു പേരിതാ ഇവിടെ പറയുന്നുണ്ട്. റിഗർ മണ്ണ് എന്നറിയപ്പെടുന്ന ഫലപുഷ്ടിയും ജലസംഭരണ ശേഷിയുമുള്ള ഈ മണ്ണ് വേനലിലും കാർഷിക വിളകൾക്ക് സംരക്ഷണമേകുന്നു. അപ്പൊ നമ്മളൊരു കാര്യം പഠിച്ചേ, കറുത്ത മണ്ണിന്റെ മറ്റൊരു പേരെന്താണ്? റിഗർ മണ്ണ്. കറുത്ത മണ്ണിന്റെ മറ്റൊരു പേര് എന്തെന്നാണ്? റിഗർ മണ്ണ്. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇതിന് ഫലപുഷ്ടി കൂടുതലാണ്, അതുപോലെ തന്നെ ജലസംഭരണ ശേഷിയുള്ള മണ്ണിനമാണ് ഏതെന്ന് പറയുന്നത്? റിഗർ മണ്ണ് എന്ന് പറയുന്നത്. പരുത്തി കൃഷിക്ക് ഏറെ അനുയോജ്യമായതിനാൽ ഈ മണ്ണിന് കറുത്ത പരുത്തി മണ്ണ് എന്നും പേരുണ്ട്. അപ്പോൾ ഈ കറുത്ത മണ്ണ് അല്ലെങ്കിൽ റിഗർ മണ്ണ് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത് പരുത്തി കൃഷിക്കാണ്. അപ്പോൾ പരുത്തി കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മണ്ണ് എന്നുള്ള അർത്ഥത്തിൽ ഇതിനെ എന്തെന്നും പറയുന്നുണ്ട്? കറുത്ത പരുത്തി മണ്ണ് എന്നും ഇതിനെ പറയുന്നുണ്ട്. ചുണ്ണാമ്പ്, ഇരുമ്പ്, മഗ്നീഷ്യം, അലൂമിനിയം തുടങ്ങിയ ധാതു ലവണങ്ങൾ റിഗർ മണ്ണിന്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഈ റിഗർ മണ്ണിന്റെ പ്രത്യേകതകൾ എന്തൊക്കെ പറയുന്നുണ്ട്? ഇതിൽ കുറേ ധാതു ലവണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഏതൊക്കെയുണ്ടടാ? ചുണ്ണാമ്പ് ഈ പറയുന്ന റിഗർ മണ്ണിൽ അടങ്ങിയിട്ടുണ്ട്, അതുപോലെ ഇരുമ്പുണ്ട്, മഗ്നീഷ്യം ഉണ്ട്, അലൂമിനിയം ഉണ്ട്. ഈ പറയുന്ന എല്ലാ ധാതു ലവണങ്ങളും എന്തിൽ കാണുന്നുണ്ട്? ഈ പറയുന്ന റിഗർ മണ്ണിൽ കാണുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞത് ഡെക്കാൻ പീഠഭൂമിയെ കുറിച്ചാണ്. ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ബസാൾട്ട് എന്ന് പറയുന്ന ലാവാശിലകളാൽ നിർമ്മിതമാണ്. അപ്പോൾ ഈ മേഖലയെ നമ്മൾ ഒരു പേര് പറഞ്ഞു വിളിച്ചു. എന്താണ്? ഡെക്കാൻ ട്രാപ്പ്. ഈ ഡെക്കാൻ ട്രാപ്പ് PSC ചോദിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് ബസാൾട്ട് ശിലയ്ക്ക് എന്ത് സംഭവിക്കും? അപക്ഷയം സംഭവിക്കും. അപക്ഷയം സംഭവിച്ചിട്ട് ഒരു മണ്ണ് രൂപം കൊള്ളും, കറുത്ത മണ്ണ്. ഈ കറുത്ത മണ്ണ് ഡെക്കാൻ പീഠഭൂമി പ്രദേശത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. ഇതിന് എന്താണ് റിഗർ മണ്ണ് അല്ലെങ്കിൽ ഈ കറുത്ത മണ്ണിന് എന്താണ് ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് ഉയർന്ന ജലസംഭരണ ശേഷിയുണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്? ഫലപുഷ്ടിയും കൂടുതലാണ്. ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരുത്തി കൃഷിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ പരുത്തി കൃഷിക്ക് ഉപയോഗിക്കുന്ന മണ്ണായതുകൊണ്ട് ഇതിനെ എന്തെന്ന് പറയുന്നു? കറുത്ത പരുത്തി മണ്ണ് എന്നും പറയുന്നു. ഇതിൽ ഒരുപാട് ധാതു ലവണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ചുണ്ണാമ്പ്, ഇരുമ്പ്, മഗ്നീഷ്യം, അലൂമിനിയം തുടങ്ങിയ ഒരുപാട് ധാതു ലവണങ്ങൾ അടങ്ങിയിട്ടുള്ള മണ്ണാണ് റിഗർ മണ്ണ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേടാ? അപ്പം നമ്മൾ എന്തിനെ കുറിച്ചാണ് പഠിച്ചത്? നമ്മൾ ഡെക്കാൻ പീഠഭൂമി എന്താണെന്നും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പുതിയ SCERT ചാപ്റ്ററിൽ എന്താണ് പറയുന്നതെന്നുമാണ് നോക്കിയത്. 2022 നടന്ന എക്സാം ആണ്. അപ്പോൾ 2022 SCERT ടെക്സ്റ്റ് ബുക്കിനെ ആസ്പദമാക്കിയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നതാണ്. നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുക്കിൽ ഈ സെയിം കാര്യം ഇതുപോലെ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ വെച്ചേക്കുന്നത് പുതിയ ടെക്സ്റ്റ് ബുക്കിലെ എന്താണ് സ്ക്രീൻഷോട്ടാണ്. കാരണം നമ്മൾ ഇപ്പോൾ പഠിക്കുന്നത് പുതിയ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തല്ലേ. അപ്പോൾ കണ്ടന്റ് രണ്ടും സെയിം ആണ്, പക്ഷേ വെച്ചേക്കുന്നത് പുതിയ ടെക്സ്റ്റ് ബുക്കിലെ കണ്ടന്റ് ആണെന്ന് മാത്രം. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. താഴെ തന്നിട്ടുള്ളവയിൽ നിന്നും ശരിയായ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്തുക. 12ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിട്ടുള്ളവയിൽ നിന്നും ശരിയായ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്തുക. സൗരോർജ്ജമുണ്ട്, ജൈവവാതകവും സൗരോർജ്ജവുമുണ്ട്, കാറ്റിൽ നിന്നുള്ള ഊർജ്ജമുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്താനാണ്. നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്ടാ? 12ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് 1, 2, 3 ശരിയാണ്. ഏതാണ്? 1, 2, 3 ശരിയാണ്. തന്നിട്ടുള്ളതിൽ സൗരോർജ്ജവും ജൈവവാതകവും അതുപോലെ തന്നെ കാറ്റിൽ നിന്നുള്ള ഊർജ്ജവും എല്ലാം എന്താണ്? പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളാണ്. അടുത്ത 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇന്ത്യയുമായി കര അതിർത്തി പങ്കുവയ്ക്കുന്ന അയൽ രാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് കണ്ടെത്തുക. ഇന്ത്യയുമായി എന്ത് പങ്കുവയ്ക്കുന്ന? കര അതിർത്തി പങ്കുവയ്ക്കുന്ന അയൽ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. നോക്കിക്കേടാ, ചൈനയ്ക്ക് ഇന്ത്യയുമായി എന്തുണ്ട്? കരാതിർത്തിയുണ്ട്. നേപ്പാളിന് ഇന്ത്യയുമായി കരാതിർത്തിയുണ്ട്.
പാകിസ്ഥാന് ഇന്ത്യയുമായി കര അതിർത്തിയുണ്ട്. ഭൂട്ടാന് ഇന്ത്യയുമായി എന്തുണ്ട്? കര അതിർത്തിയുണ്ട്. അപ്പോൾ തന്നിട്ടുള്ളവയിൽ എല്ലാ രാജ്യങ്ങളും നമ്മുടെ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളാണ്. അവയെല്ലാം ഇന്ത്യയുമായി എന്ത് ചെയ്യുന്നുണ്ട്? കര അതിർത്തി പങ്കുവയ്ക്കുന്നുണ്ട്. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി നമ്മുടെ എവറസ്റ്റ് ആണ്. ഏത് കൊടുമുടിയാണ്? എവറസ്റ്റ് ആണ്. നമ്മുടെ 9ാം ക്ലാസ്സിലെ SCERT ജോഗ്രഫി ടെക്സ്റ്റിൻ്റെ അകത്ത് ഈ ഒരു കാര്യം പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം എവിടെ പറയുന്നുണ്ട്? 9ാം ക്ലാസ്സിലെ SCERT ജോഗ്രഫി ടെക്സ്റ്റിൽ, പഴയ ടെക്സ്റ്റിലും പുതിയ ടെക്സ്റ്റിലും പറയുന്നുണ്ട്. അടുത്ത 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. മണികരൺ താപോർജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ക്വസ്റ്റ്യൻ എന്തായിരുന്നു? മണികരൺ താപോർജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിലാണ്? കർണാടകത്തിലാണോ? അല്ല. കേരളത്തിലുണ്ടോ മണികരൺ? ഇല്ല. ഗുജറാത്തിലാണോ? അല്ല. എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ് മണികരൺ താപോർജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ശ്രദ്ധിച്ചോടാ. എങ്ങനെയാണ് മണികരൺ താപോർജം ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ചൂട് നീരുറവകളുടെ പ്രത്യേകതകൾ എന്താണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ ജിയോഗ്രഫി ടെക്സ്റ്റിൽ 9ാം ക്ലാസ്സിലെ ജിയോഗ്രഫി ടെക്സ്റ്റിൽ മണികരണിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. മഴവെള്ളം ഭൂമിക്കടിയിലേക്ക് ഊർന്നിറങ്ങി ഭൂഗർഭജലത്തിന്റെ ഭാഗമാകുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, മഴവെള്ളം എന്ത് ചെയ്യുന്നു? ഭൂമിക്കടിയിലേക്ക് ഊർന്നിറങ്ങി ഭൂഗർഭജലത്തിന്റെ ഭാഗമായി മാറുന്നു. പർവ്വത രൂപീകരണം പോലുള്ള ഭൗമ പ്രവർത്തനങ്ങൾ സജീവമായ ഇടങ്ങളിൽ ഭൗമോപരിതലത്തിനിടയിലെ ശിലാപാളികൾ ചൂട് പിടിക്കുകയും ഈ ശിലകൾ ഭൂഗർഭജലത്തെ ചൂടാക്കുകയും ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? മഴവെള്ളം നമ്മുടെ ഭൂമിക്കടിയിലേക്ക് ഇറങ്ങി ഭൂഗർഭജലത്തിന്റെ ഭാഗമാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ചിലപ്പോൾ ചില സമയത്ത് പർവ്വത രൂപീകരണം പോലുള്ള ഭൗമ പ്രവർത്തനങ്ങൾ സജീവമായിട്ടുള്ള ഇടങ്ങളിൽ ഭൗമോപരിതലത്തിനടിയിലെ ശിലാപാളികൾ ചൂട് പിടിക്കുകയും ഈ ശിലകൾ ഭൂഗർഭജലത്തെ ചൂടാക്കുകയും ചെയ്യുന്നു. മഴ പെയ്യുമ്പോൾ വെള്ളം എങ്ങോട്ട് ഇറങ്ങും? നമ്മുടെ ഭൂമിക്ക് അടിയിലോട്ട് ഇറങ്ങും. എന്നാൽ ഇവിടെ പറയുന്നത് എന്താണ്? പർവ്വത രൂപീകരണം പോലുള്ള ഭൗമ പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലകളാണെങ്കിൽ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഭൗമോപരിതലത്തിനടിയിലുള്ള ശിലാപാളികൾ എന്ത് ചെയ്യും? ചൂട് പിടിക്കും. ഈ ചൂട് പിടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ശിലകളെ എന്ത് ചെയ്യൂടാ? ഈ ശിലകൾ ഈ ജലത്തെ എന്ത് ചെയ്യും? ചൂട് പിടിപ്പിക്കും. ഇങ്ങനെ ചൂട് പിടിച്ച ഭൂഗർഭജലം ഭൗമോപരിതലത്തിൽ ഉറവകളായി എത്തുന്നതാണ് ചൂട് നീരുറവകൾ. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ഇങ്ങനെ ചൂട് പിടിക്കുന്ന ഈ ജലം എന്ത് ചെയ്യുന്നു? ഭൗമോപരിതലത്തിൽ ഉറവകളായി എത്തുന്നു. ഇതിന് പറയുന്ന പേരാണ് എന്ത്? ചൂട് നീരുറവകൾ. ഹിമാലയ പർവ്വത ഭാഗങ്ങളിൽ ധാരാളം ചൂട് നീരുറവകൾ കാണാം. എന്താണ്? ഹിമാലയ പർവ്വതത്തിൽ ധാരാളം എന്തുണ്ട്? ചൂട് നീരുറവകൾ ഉണ്ട്. ഉദാഹരണം നുബ്ര താഴ്വര, മണികരൺ, ഖീർഗംഗ ചൂട് നീരുറവകളിൽ നിന്നുള്ള ഭൗമതാർഭം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാനും സാധിക്കും. അപ്പോൾ ഉദാഹരണമായിട്ട് 3 പേരുകൾ പറയുന്നുണ്ട്. നുബ്ര താഴ്വര, മണികരൺ, ഖീർഗംഗ. ഇത് 3ഉം എന്തിനുദാഹരണമാണ്? ചൂട് നീരുറവയ്ക്ക് ഉദാഹരണമാണ്. ശ്രദ്ധിച്ചേ, ഒന്നുകൂടി പറയാം. എന്താണ് ചൂട് നീരുറവ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മഴവെള്ളം എന്ത് ചെയ്യും? സാധാരണയായിട്ട് ഭൂമിക്കടിയിലേക്ക് ഊർന്നിറങ്ങി ഭൂഗർഭജലത്തിന്റെ ഭാഗമായി മാറുകയാണ് ചെയ്യുന്നത്. എന്നാൽ ചില സ്ഥലങ്ങളിൽ, അതായത് പർവ്വത രൂപീകരണം പോലുള്ള ഭൗമ പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലകളിൽ അതിൻ്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കും? ഈ താഴോട്ടിറങ്ങുന്ന വെള്ളം എന്താണ്? ശിലാപാളികൾ, അതായത് ഭൗമോപരിതലത്തിനടിയിൽ എന്തുണ്ട്? ശിലാപാളികളുണ്ട്. ഈ ശിലാപാളികൾ ചൂട് പിടിക്കുമ്പോൾ ഈ ശിലകൾ എന്ത് ചെയ്യൂടാ? ഈ താഴോട്ടിറങ്ങുന്ന ഭൂഗർഭജലത്തെ ചൂട് പിടിപ്പിക്കും. ഇങ്ങനെ ചൂട് പിടിപ്പിക്കുന്ന അല്ലെങ്കിൽ ചൂട് പിടിച്ച ഭൂഗർഭജലം എന്ത് ചെയ്യും? നീരുറവകളായിട്ട് ഭൗമോപരിതലത്തിലോട്ട് എത്തും. ഇതിന് പറയുന്ന പേരാണ് ചുടു നീരുറവകൾ എന്ന് പറയുന്നത്. ഇതിന് 3 ഉദാഹരണങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പറയുന്നുണ്ട്. നുബ്ര താഴ്വര, മണികരൺ, അതുപോലെ തന്നെ ഖീർഗംഗ. നുബ്ര താഴ്വര, മണികരൺ, ഖീർഗംഗ. ഇനി പറയുന്നു, ചൂട് നീരുറവകളിൽ നിന്നുള്ള ഭൗമതാപോർജം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അപ്പോൾ ഈ പറയുന്ന എന്താണ്? ചൂട് നീരുറവകളിൽ നിന്നുള്ള ഭൗമ താപോർജം ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാം? ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. ഹിമാചൽ പ്രദേശിലെ മണികരൺ ചുടുനീരുറവയിൽ നിന്നും ഇത്തരത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹിമാചൽ പ്രദേശിലുള്ള എന്താണ്? മണികരൺ ചൂട് നീരുറവയിൽ നിന്നും എന്ത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്? വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ചുടുനീരുറവകൾ എന്നാണ് ഇവിടെ നമ്മൾ പഠിച്ചത്. മഴവെള്ളം സാധാരണയായിട്ട് ഭൂമിക്കടിയിലോട്ട് ഊർന്നിറങ്ങി എന്ത് ചെയ്യുന്നു? ഭൂഗർഭജലത്തിന്റെ ഭാഗമാകുന്നു. എന്നാൽ ചില അവസരങ്ങളിൽ
പർവ്വത രൂപീകരണം പോലുള്ള ഭൗമ പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലകളിൽ എന്ത് സംഭവിക്കുന്നു? ശിലാപാളികൾ അവിടെ ചൂട് പിടിക്കുകയും അപ്പോൾ ഭൗമോപരിതലത്തിന്റെ അടിയിലുള്ള ഭൂഗർഭജലം ചൂട് പിടിക്കുകയും ചെയ്യുന്നു. ഈ ചൂട് പിടിച്ച ജലം എന്ത് ചെയ്യുന്നു? കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും ചുടുനീരുറവകളായിട്ട് ഭൗമ ഉപരിതലത്തിലോട്ട് വരുന്നു. ഇതിനെ പറയുന്ന പേരാണ് ചുടുനീരുറവകൾ. ഇതിന് നമ്മൾ എക്സാമ്പിൾസ് പറഞ്ഞു. ഏതൊക്കെയാണ്? നുബ്ര താഴ്വര, മണികരൺ, ഖീർഗംഗ. പ്രധാനമായും ഹിമാലയ പർവ്വത ഭാഗങ്ങളിലാണ് ഈ നീരുറവകൾ ധാരാളമായും കാണപ്പെടുന്നത്. ഇങ്ങനെ വരുന്ന ഈ ചുടുനീരുറവകൾ ഉപയോഗിച്ചിട്ട് അവരെന്ത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്? ഭൗമ താപോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ ആണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഹിമാചൽ പ്രദേശിലുള്ള മണികരൺ ചൂട് നീരുറവ. മണികരൺ ചൂട് നീരുറവയിൽ നിന്നും എന്ത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്? ഭൗമതാപ വൈദ്യുതി അല്ലെങ്കിൽ ഭൗമ താപോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇത് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ 9ാം ക്ലാസ് ജിയോഗ്രഫി ടെക്സ്റ്റിൻ്റെ അകത്ത് പറയുന്ന പോർഷൻ ആണേ. ഓക്കെ, എടാ എവിടെയാണ് ഇത് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 9ാം ക്ലാസ് ജിയോഗ്രഫി ടെക്സ്റ്റിൽ ലോകത്തിൻ്റെ നെറുകയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ചാപ്റ്റർ ഉണ്ട്. ഈ ചാപ്റ്ററിനുള്ളിലാണ് ചൂട് നീരുറവകൾ രൂപപ്പെടുന്നത് എങ്ങനെയാണ് എന്ന് പറയുന്നത്. ഓക്കെ എടാ, അപ്പോൾ എന്താണ് ചൂട് നീരുറവ എന്നും അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശിലെ മണികരണിനെ കുറിച്ചും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെട്ട ഭൂവിഭാഗം. ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെട്ട ഭൂവിഭാഗം ഏതാണ്? നോക്കിക്കേ, ഉത്തര മഹാസമതലമുണ്ട്, ഇന്ത്യൻ മരുഭൂമിയുണ്ട്, തീരസമതലങ്ങളുണ്ട്, ഡക്കാൻ പീഠഭൂമിയുണ്ട്. നമുക്ക് ആൻസർ അറിയാം. ഏതാണ്? ഉത്തര മഹാസമതലമാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ചിട്ട് നമ്മുടെ പഴയ SCERT ടെക്സ്റ്റ് ബുക്കിലും പുതിയ SCERT ടെക്സ്റ്റ് ബുക്കിലും പറയുന്നുണ്ട്. നമുക്ക് പുതിയ SCERT ടെക്സ്റ്റ് ബുക്കിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. കാരണം 2022 നടന്ന എക്സാം ആണ്. അപ്പോൾ അന്ന് പഴയ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കിപ്പം നമ്മൾ ഫോളോ ചെയ്യുന്നത് പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ നമുക്ക് പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ഇതിനെക്കുറിച്ചിട്ട് എന്താ പറയുന്നതെന്ന് നോക്കിയാലോ. ശ്രദ്ധിച്ചോടാം. 9ാം ക്ലാസ്സിലെ ജിയോഗ്രഫി ടെക്സ്റ്റിൽ വിശാല സമതല ഭൂവിൽ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ഒരു ചാപ്റ്ററിലാണ് ഉത്തര മഹാസമുദ്രത്തിനെ കുറിച്ചിട്ട് ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചോ. ഉത്തരപർവ്വത മേഖലയുടെ തെക്ക് ഭാഗത്തായും ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് ഭാഗത്തായും സ്ഥിതി ചെയ്യുന്ന വിസ്തൃതമായ ഭൂപ്രകൃതി വിഭാഗമാണ് ഉത്തര മഹാസമതലം. എടാ, നിങ്ങൾ ഈ ചിത്രം നോക്കിക്കേ. ഇതിൻ്റെ അകത്ത് ഈ യെല്ലോ കളറിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഉത്തര മഹാസമതലമാണ്. ഈ കാണുന്ന ഭാഗങ്ങളെല്ലാം ഉത്തര മഹാസമതലമാണ്. അതായത് ഉത്തരപർവ്വത മേഖലയുടെ തെക്ക് ഭാഗത്ത് അതുപോലെ തന്നെ ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് ഭാഗത്തായിട്ടുമാണ് ആര് സ്ഥിതി ചെയ്യുന്നത്? ഉത്തര മഹാസമതലം സ്ഥിതി ചെയ്യുന്നത്. അതിവിശാലമായ ഒരു എക്കൽ സമതലമാണിത്. ഈ പറയുന്ന ഉത്തര മഹാസമതലം എന്താണ്? അതിവിശാലമായിട്ടുള്ള ഒരു എക്കൽ സമതലമാണ്. ഇതിന് മറ്റൊരു പേരും ഇവിടെ തന്നെ പറയുന്നുണ്ട്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം. അല്ലെങ്കിൽ ഉത്തര മഹാസമതലത്തിന്റെ മറ്റൊരു പേര് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം. അപ്പോൾ ഉത്തരപർവ്വത മേഖലയുടെ തെക്ക് ഭാഗത്തായും ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് ഭാഗത്തായും സ്ഥിതി ചെയ്യുന്ന വിശാലമായ ഒരു എക്കൽ സമതലമാണ് ഉത്തര മഹാസമതലം. മറ്റൊരു പേര് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയാം? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലമാണ് ഉത്തര മഹാസമതലം എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചോ. എന്താണ് എക്കൽ എന്ന് ഇവിടെ പറയുന്നുണ്ട്. നദികൾ ഒഴുകിക്കൊണ്ടുവരുന്ന ചെളി, മണൽ, ചരൽ എന്നിവ ഉൾപ്പെടെയുള്ള ശിലാ അവശിഷ്ടങ്ങളെയാണ് നമ്മൾ എക്കൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എക്കൽ മണ്ണ് കൊണ്ട് നിറഞ്ഞതാണ്. എക്കൽ സമതലമാണ് ഉത്തര മഹാസമതലം എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് എക്കൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന ചെളി, മണല്, ചരൽ എന്നിവ ഉൾപ്പെടെയുള്ള ശിലാ അവശിഷ്ടങ്ങളെ നമ്മൾ പറയുന്ന പേരാണിത് എക്കൽ. നോക്കിക്കോടാ. ഒഴുകുന്ന വെള്ളം, കാറ്റ്, ഹിമാനികൾ, തിരമാല തുടങ്ങി ഭൗമോപരിതലത്തിൽ പ്രവർത്തിക്കുന്ന ബാഹ്യശക്തികളുടെ നിരന്തരമായ പ്രവർത്തന ഫലമായി ഭൗമോപരിതലത്തിൽ വൈവിധ്യമാർന്ന ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ പറയുന്ന ഉത്തര മഹാസമതലം രൂപപ്പെട്ടതെന്നാണ് ഇവിടെ പറയുന്നത്. ഒഴുകുന്ന വെള്ളം, കാറ്റ്, അതുപോലെ ഹിമാനി, തിരമാല തുടങ്ങി ഭൗമോപരിതലത്തിൽ പ്രവർത്തിക്കുന്ന ബാഹ്യശക്തികളുടെ നിരന്തരമായിട്ടുള്ള പ്രവർത്തന ഫലമായി ഭൗമോപരിതലത്തിൽ എന്ത് സംഭവിക്കുന്നു? വൈവിധ്യമാർന്നിട്ടുള്ള ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നു. അതിനാൽ ഇവയെ എന്തെന്ന് വിളിക്കും? ഭൂരൂപ രൂപീകരണ സഹായികൾ എന്നും ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നതിന് സഹായകരമായ പ്രക്രിയകളെ ഭൂരൂപ രൂപീകരണ പ്രക്രിയകൾ എന്നും വിളിക്കുന്നു. എടാ, അപ്പോൾ
ഭൂരൂപ രൂപീകരണത്തിന് സഹായകമാകുന്ന കാര്യങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഏതൊക്കെ? ഒഴുകുന്ന വെള്ളം, കാറ്റ്, ഹിമാനി, തിരമാല തുടങ്ങിയ ഭൗമോപരിതലത്തിലെ ബാഹ്യ ശക്തികൾ എന്ന് പറയുന്നത്. ഇവയെ നമ്മൾ പറയുന്ന പേരാണ് ഭൂരൂപ രൂപീകരണ സഹായികൾ. ഓക്കെ, ഇങ്ങനെ ഭൂരൂപ രൂപങ്ങൾ ഉണ്ടാകുന്നതിന് സഹായകരമായിട്ടുള്ള പ്രക്രിയയെ നമ്മൾ പറയുന്ന പേരാണ് ഭൂരൂപ രൂപീകരണ പ്രക്രിയ. അപ്പൊ എന്താണ് ഭൂരൂപ രൂപീകരണ പ്രക്രിയ എന്നും ഭൂരൂപ രൂപീകരണത്തിന് സഹായിക്കുന്നവർ ആരൊക്കെയാണെന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി പറയുന്ന കാര്യം നോക്കിക്കേ. ഭൗതികവും രാസികവും ജൈവികവുമായ പ്രക്രിയയിലൂടെ ശിലകൾ പൊടിഞ്ഞുണ്ടാകുന്ന ശിലാവസ്തുക്കളെ ഈ ബാഹ്യശക്തികൾ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് നീക്കിക്കൊണ്ടു പോവുകയും താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്നു. ഈ പ്രക്രിയയെ നിക്ഷേപണം എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് നിക്ഷേപണം എന്ന് പറയുന്നുണ്ട്, നോക്കിക്കോ. ഭൗതികവും രാസികവും ജൈവികവുമായ പ്രക്രിയയിലൂടെ ശിലകൾ പൊടിഞ്ഞുണ്ടാകുന്ന ശിലാവസ്തുക്കളെ ഈ പറയുന്ന ബാഹ്യശക്തികൾ ഏതൊക്കെയാണ്? ഒഴുകുന്ന വെള്ളം, കാറ്റ്, തിരമാല, ഹിമാനി ഇവയെല്ലാം എന്ത് ചെയ്യും? ഒരു പ്രദേശത്ത് നിന്ന് നീക്കി മറ്റൊരു പ്രദേശത്തോട്ട് കൊണ്ട് നിക്ഷേപിക്കും. ഓക്കെ, ഈ പ്രക്രിയയെ പറയുന്ന പേരാണ് എന്ത്? നിക്ഷേപണം. എടാ അങ്ങനെയല്ലേ ഒഴുകുന്ന വെള്ളത്തിലൂടെ, കാറ്റിലൂടെ, ഹിമാനിയിലൂടെ, തിരമാലകളിലൂടെ ഒരിടത്ത് കിടക്കുന്ന വസ്തുക്കൾ എന്ത് ചെയ്യും? ഈ പറയുന്ന എന്താണ് എക്കലുകൾ അല്ലെങ്കിൽ ശിലകളുടെ അവശിഷ്ടങ്ങളെ ഒഴുക്കി മറ്റൊരു പ്രദേശത്തേക്ക് കൊണ്ടുപോകും. ഇതിന് പറയുന്ന പേരെന്തെന്നാണ്? നിക്ഷേപണം എന്നാണ്. അപ്പോൾ ഈ പറയുന്ന നിക്ഷേപണ പ്രക്രിയകളിലൂടെയാണ് നമ്മൾ ഈ പറയുന്ന ഉത്തര മഹാസമതലം എന്ത് ചെയ്തിട്ടുള്ളത്? രൂപപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്? ഉത്തരപർവ്വത മേഖലയുടെ തെക്ക് ഭാഗത്തായും അതുപോലെ തന്നെ ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് ഭാഗത്തായിട്ടും സ്ഥിതി ചെയ്യുന്ന വിസ്തൃതമായ ഭൂപ്രകൃതി വിഭാഗമാണ് ഉത്തര മഹാസമതലം. അതിവിശാലമായിട്ടുള്ള ഒരു എക്കൽ സമതലമാണ് ഉത്തര മഹാസമതലം. ഇതിന്റെ മറ്റൊരു പേര് എന്തെന്നാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം എന്നാണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എടാ അടുത്ത 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും വലിപ്പമുള്ളതുമായ സ്റ്റീൽ പ്ലാന്റ് ഏതാണ്? നോക്കിക്കോ. എടാ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും വലിപ്പമുള്ളതുമായിട്ടുള്ള സ്റ്റീൽ പ്ലാന്റ് ഏതാണ്? ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. എടാ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് എവിടെ നിന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെയാണ്. നമുക്ക് നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുക്കിൽ SCERT 10ാം ക്ലാസ്സിൽ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ ഇതിനെക്കുറിച്ചിട്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമുക്ക് ഈ ഒരു ബോക്സ് ആദ്യം നോക്കാം. ടാറ്റ ഇരുമ്പുരുക്ക് ശാല ടിസ്കോ സ്ഥിതി ചെയ്യുന്ന സ്ഥലം പറയുന്നുണ്ട്. ജാർഖണ്ഡിലെ ജംഷഡ്പൂരിലാണ്. ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് ശാലയാണ് ഏതെന്ന് പറയുന്നത് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, ടിസ്കോ എന്ന് പറയുന്നത്. ഓക്കെ, എടാ രണ്ടാമത്തെ ബോക്സിൽ പറയുന്നത് ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ഇസ്കോയെ കുറിച്ചാണ്. പശ്ചിമ ബംഗാളിലെ കുൾട്ടി, ബരൺപൂർ, ഹിരാപൂർ എന്നിവിടങ്ങളിലെല്ലാം ഇത് കാണുന്നു. പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഇസ്കോ എന്ന് പറയുന്നത്. എടാ അപ്പോൾ ടിസ്കോ എന്ന് പറയുന്നത് ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനിയാണ്. ജംഷഡ്പൂരിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ടിസ്കോ. അടുത്ത് പറയുന്നത് ഇസ്കോയാണ്. ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി കുൾട്ടി, ബരൺപൂർ, ഹിരാപൂർ എന്നിവിടങ്ങളിൽ ഇത് സ്ഥിതി ചെയ്യുന്നു. എവിടെയാണ്? പശ്ചിമ ബംഗാളിൽ. പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണിത്. അടുത്ത് പറയുന്നത് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് VISL ആണ്. കർണാടകയിലെ ഭദ്രാവതിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? അത് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ്. ഓക്കെ, അടുത്ത് പറയുന്നത് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ഭിലായി ആണ്. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ഭിലായി സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലെ ദുർഗിലാണ്. 1959 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ പ്രവർത്തനം ആരംഭിച്ചു അല്ലെങ്കിൽ സ്ഥാപിച്ചു. ഇത് പഠിച്ചു വെച്ചോ. അപ്പോൾ ഭിലായി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഛത്തീസ്ഗഡിലാണ്. 1959 റഷ്യയുടെ സാമ്പത്തിക സഹായത്തോടെ നിലവിൽ വന്നു. പഠിച്ചു വെച്ചോ. ഭിലായി ഛത്തീസ്ഗഡിലാണ്. 1959 നിലവിൽ വന്നു റഷ്യയുടെ സഹായത്തോടെ. അടുത്ത് പറയുന്നത് റൂർക്കേലയാണ്. ശ്രദ്ധിച്ചോ, റൂർക്കേല. ഇതും PSC ചോദിക്കുന്നതാണ്. റൂർക്കേല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഒഡീഷയാണ്. 1959 തന്നെയാണ് റൂർക്കേലയും വരുന്നത്. സഹായം കൊടുത്ത രാജ്യം ജർമ്മനി. അപ്പോൾ റൂർക്കേല ഒഡീഷയിലാണ്. 1959 നിലവിൽ വന്നു. ആര് സഹായം നൽകി? ജർമ്മനി സഹായം നൽകി. അടുത്ത് പറയുന്നത് ദുർഗാപൂർ ആണ്. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ദുർഗാപൂർ എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ്.
1962 വന്നു. ആരുടെ സാമ്പത്തിക സഹായം? UK സാമ്പത്തിക സഹായത്തോടെ 1962 നിലവിൽ വന്നു. അടുത്ത് പറയുന്നത് ബൊക്കാറോ ആണ്. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് അല്ലെങ്കിൽ ബൊക്കാറോ എവിടെയാണത്? ബൊക്കാറോ സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ്. ബൊക്കാറോ എവിടെയാണ്? ജാർഖണ്ഡിലാണ്. 1964 റഷ്യയുടെ സാമ്പത്തിക സഹായത്തോടെ ആരംഭിച്ചതാണ് ഏതെന്ന് പറയുന്നത്? ബൊക്കാറോ. എടാ, അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് ഈ പറയുന്ന 4 സാധനങ്ങളാണ്. നോക്കിക്കേ, ഭിലായി സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ്. 1959 റഷ്യയുടെ സാമ്പത്തിക സഹായത്തോടെ ഭിലായി നിലവിൽ വരുന്നു. അടുത്ത് പറയുന്നത് റൂർക്കേലയാണ്. റൂർക്കേല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഒഡീഷ. 1959 നിലവിൽ വന്നു. സഹായം കൊടുത്തത് ആരാണ്? ജർമ്മനിയാണ്. അടുത്ത് പറയുന്നു ദുർഗാപൂർ സ്ഥിതി ചെയ്യുന്നത് വെസ്റ്റ് ബംഗാൾ അല്ലെങ്കിൽ പശ്ചിമ ബംഗാളിലാണ്. 1962 നിലവിൽ വന്നു. സഹായം നൽകിയത് ആരാണ്? UK ആണ്. അടുത്തത് ബൊക്കാറോ. ബൊക്കാറോ സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ്. 1964 റഷ്യയുടെ സാമ്പത്തിക സഹായത്തോടെ നിലവിൽ വന്നു. ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ടിസ്കോ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ്. ജാർഖണ്ഡിലെ ജംഷഡ്പൂരിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി കുൾട്ടി, ബരൺപൂർ, ഹിരാപൂർ പശ്ചിമ ബംഗാളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഏതാണ്? വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി കർണാടകത്തിലെ ഭദ്രാവതിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത് പറയുന്നത് 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാണ്? ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാണ്? ഏതാണ്ടാ? ഉത്തരായന രേഖയാണ്. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ ഉത്തരായന രേഖ. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ പാത ഏതാണ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓപ്ഷൻ ബി NH44 ആണ് ഏറ്റവും ദൈർഘ്യം കൂടിയ ദേശീയ പാത. അടുത്ത 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. മുംബൈയെയും മാംഗ്ലൂരിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമ തീരത്തൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട റെയിൽവേ ശൃംഖലയാണ് കൊങ്കൺ റെയിൽവേ. ഏതാണ്? കൊങ്കൺ റെയിൽവേ. ഇവിടെ കൊങ്കൺ റെയിൽവേയെ കുറിച്ച് ടെക്സ്റ്റ് ബുക്കിൽ ഒരു കാര്യം പറയുന്നുണ്ട്, നമുക്ക് ഓടിച്ചൊന്ന് നോക്കാം. കൊങ്കൺ റെയിൽവേ 1998 നിർമ്മാണം പൂർത്തീകരിച്ച കൊങ്കൺ റെയിൽവേ ഇന്ത്യൻ റെയിൽവേ കൈവരിച്ച നേട്ടങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമാണ്. അപ്പോൾ കൊങ്കൺ റെയിൽവേയുടെ നിർമ്മാണം പൂർത്തിയായ വർഷം ഇവിടെ പറയുന്നുണ്ട് 1998. മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകയിലെ മംഗലാപുരം വരെ 760 കിലോമീറ്റർ ആണ് ആകെ നീളം. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? 760 കിലോമീറ്ററിൻ്റെ കാര്യം പറയുന്നുണ്ട്. മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകയിലെ മംഗലാപുരം വരെ 760 കിലോമീറ്റർ ആണ് ആകെ നീളം. അപ്പോൾ കൊങ്കൺ റെയിൽവേയുടെ ആകെ നീളം 760 കിലോമീറ്റർ ആണ്. ഏതിനെയൊക്കെയാണ് ബന്ധിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകയിലെ മംഗലാപുരം വരെ, കർണാടകയിലെ മാംഗ്ലൂർ വരെ ബന്ധിപ്പിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത് കൊങ്കൺ റെയിൽവേ. 760 കിലോമീറ്റർ ആണ് ഇതിൻ്റെ നീളം. സഞ്ചാരപാതയിൽ 146 നദികൾ പിന്നിടുന്ന ഈ പാതയിൽ ഏകദേശം 2000 പാലങ്ങളും 91 തുരങ്കങ്ങളും ഉണ്ട്. അപ്പോൾ 2000 പാലങ്ങളെയും 91 തുരങ്കങ്ങളെയും കൊങ്കൺ റെയിൽവേ മറികടക്കുന്നുണ്ട്. ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽവേ തുരങ്കം ഇവിടെയാണ്, 6.5 കിലോമീറ്റർ. മഹാരാഷ്ട്ര, ഗോവ, കർണാടകം എന്നീ സംസ്ഥാനങ്ങൾ ഈ സംരംഭത്തിന്റെ പങ്കാളികളാണ്. അപ്പോൾ മഹാരാഷ്ട്രയുണ്ട്, ഗോവയുണ്ട്, കർണാടകമുണ്ട്. ഈ പറയുന്ന സംസ്ഥാനങ്ങൾ ഈ ഒരു സംരംഭത്തിന്റെ പങ്കാളിയാണെന്നും പറയുന്നുണ്ട്. 1998 കൊങ്കൺ റെയിൽവേ പൂർത്തീകരിക്കുന്നത്. അപ്പോൾ മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകയിലെ മാംഗ്ലൂർ വരെയാണ് ഇതുള്ളത്. 760 കിലോമീറ്റർ ആണ് ഇതിൻ്റെ ദൈർഘ്യം. 1998 ഇതിൻ്റെ പണി കഴിപ്പിച്ചത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. അയിത്ത നിരോധന നിയമം നിലവിൽ വന്ന വർഷം എത്രയാണ്? 1955 അയിത്ത നിരോധന നിയമം നിലവിൽ വന്നത്. അടുത്ത് നോക്കിക്കേ. പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വയ്ക്കുന്നതിനെതിരായി സുപ്രീം കോടതിയും ഹൈക്കോടതികളും പുറപ്പെടുവിക്കുന്ന ഉത്തരവ് ഏത് റിട്ടാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വയ്ക്കുന്നതിനെതിരായിട്ട് സുപ്രീം കോടതിയും ഹൈക്കോടതിയും പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ്. ഏതാണ്? ഹേബിയസ് കോർപ്പസ്. ഇതിൻ്റെ അർത്ഥം ചോദിച്ചു കഴിഞ്ഞാൽ ശരീരം ഹാജരാക്കുക.
ഹേബിയസ് കോർപ്പസിന്റെ അർത്ഥം എന്താണ്? ശരീരം ഹാജരാക്കുക. സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്ന ആർട്ടിക്കിൾ ചോദിച്ചു കഴിഞ്ഞാൽ 32 ഹൈക്കോടതികൾ റിട്ട് പുറപ്പെടുവിക്കുന്ന ആർട്ട് 226 അപ്പോൾ ഹേബിയസ് കോർപ്പസിന്റെ അർത്ഥം ചോദിച്ചു കഴിഞ്ഞാൽ ശരീരം ഹാജരാക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന എത്ര തരം മൗലികാവകാശങ്ങളാണ് ഉറപ്പ് നൽകുന്നത്? നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻസിലും ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് തവണ ഇത് ഡിസ്കസ് ചെയ്തതാണ്. ഇന്ത്യൻ ഭരണഘടന എത്ര തരം മൗലികാവകാശങ്ങളാണ് ഉറപ്പ് നൽകുന്നത്? 6 തരം. മൗലികാവകാശങ്ങളുടെ എണ്ണം നിലവിൽ 6 7 ഉണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്വത്തവകാശം മൗലികാവകാശമായിരുന്നു, അതെടുത്ത് മാറ്റിയിട്ടുണ്ട്. നിലവിൽ സ്വത്തവകാശം നിയമാവകാശമാണ്. അപ്പോൾ മൗലികാവകാശങ്ങളുടെ എണ്ണം എത്രയായി മാറി? 6 മാറി. അടുത്ത, മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ. അടുത്ത, ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ്ണ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1947 ജൂലൈ 22 ഇന്ത്യയുടെ പതാകയായിട്ടുള്ള ഏത് ത്രിവർണ്ണ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത്. അടുത്ത നോക്കിക്കേ, ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആര്? ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. എടാ, ഇന്ത്യയുടെ ദേശീയ ഗീതം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ ഗീതമാണ് വന്ദേ മാതരം. ഇന്ത്യയുടെ ദേശീയ ഗീതം ഏതാണ്? വന്ദേ മാതരം. വന്ദേ മാതരം അംഗീകരിച്ചത്, ഭരണഘടന അംഗീകരിക്കുന്നത് 1950 ജനുവരി 24 വന്ദേ മാതരം അംഗീകരിക്കുന്നത് 1950 ജനുവരി 24 വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേശ് രാഗം. വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയ രാഗം ഏതാണ്? ദേശ് രാഗമാണ്. ആരാണിത് ചിട്ടപ്പെടുത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാദുനാഥ് ഭട്ടാചാര്യ. ആരാണ്? ജാദുനാഥ് ഭട്ടാചാര്യയാണ് ഈ ഒരു രാഗം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ പ്രശസ്തമായിട്ടുള്ള ആനന്ദമഠം എന്ന് പറയുന്ന നോവലിൽ നിന്നാണ് ഇതെടുത്തിട്ടുള്ളത്. ഏതിൽ നിന്ന്? ആനന്ദമഠം. അപ്പോൾ ദേശീയ ഗീതം രചിച്ചത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. അടുത്ത, ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കേണ്ട സമയം എത്രയാണ്? 52 സെക്കൻഡാണ്. ദേശീയ ഗാനം എഴുതിയത് ആരാണ്ട? ടാഗോറാണ്. ജനഗണമനയാണ് നമ്മുടെ ദേശീയ ഗാനം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ സംക്ഷിപ്ത രൂപം അവതരിപ്പിക്കാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 20 സെക്കൻഡാണ്. ഓക്കെ, സംക്ഷിപ്ത രൂപം അവതരിപ്പിക്കാനാണെങ്കിൽ എത്ര സെക്കൻഡ് സമയം വേണം? 20 സെക്കൻഡ്. അടുത്ത, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരായിരുന്നു? ആരാണ്? ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് പ്രഥമ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത്. 1990 വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം ആരംഭിച്ച സംഘടനയാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘടന. ഇതൊക്കെ ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുണ്ട്. 1990 വിവരാവകാശത്തിന് വേണ്ടിയിട്ടുള്ള പ്രസ്ഥാനം ആരംഭിച്ച സംഘടന ഏതാണ്? മസ്ദൂർ കിസാൻ ശക്തി സംഘടന. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ചേരുംപടി ചേർത്ത് ശരിയായ ഉത്തരം എഴുതുക. ബ്രഹ്മസമാജം, നമുക്ക് കുറച്ച് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അത് കൊടുത്തിട്ടുള്ള, അതിന് രൂപീകരിച്ചിട്ടുള്ള, നേതൃത്വം കൊടുത്തിട്ടുള്ള ആൾക്കാരുടെ പേരും തന്നിട്ടുണ്ട്. എടാ, ബ്രഹ്മസമാജത്തിന് രൂപീകരണത്തിന് നേതൃത്വം കൊടുത്തത് രാജാറാം മോഹൻ റോയി ആണ്. ആര്യ സമാജത്തിന് നേതൃത്വം കൊടുക്കുന്നത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗാണ്. ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ബ്രഹ്മസമാജം സ്ഥാപിക്കുന്നത് കേശവ ചന്ദ്ര സെന്നാണ്. അപ്പോൾ ഇങ്ങനെ ഓർഡർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന് കാണാൻ പറ്റും. ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ്, ആര്യ സമാജം ദയാനന്ദ സരസ്വതി, പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ, ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യൻ ബ്രഹ്മസമാജം കേശവ ചന്ദ്ര സെൻ. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അടുത്ത, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. ഏതാണ്? ക്വിറ്റ് ഇന്ത്യ സമരമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം എന്ന് പറയുന്നത്. നോക്കിക്കോ, ക്വിറ്റ് ഇന്ത്യ സമരത്തിനെ കുറിച്ചിട്ട് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നതാണ്, ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക. രണ്ടാം ലോക യുദ്ധം അവസാനിച്ചതോടെ ഇന്ത്യയുടെ പിന്തുണ ബ്രിട്ടൻ അനിവാര്യമായി മാറി. ഇതിനായി സർ സ്റ്റാഫോർഡ് ക്രിപ്സ് ഇന്ത്യയിലെത്തി. അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധാനന്തരം ഇന്ത്യയുടെ പിന്തുണ എന്ത് ചെയ്തു? ബ്രിട്ടന് വളരെ വേണ്ടപ്പെട്ടതായിട്ട് മാറി. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇന്ത്യയുടെ ഹെൽപ്പ് ആർക്ക് വേണ്ടി വന്നു? ബ്രിട്ടന് വേണ്ടി വന്നു. ഇതിന് വേണ്ടിയിട്ട് സർ സ്റ്റാഫോർഡ് ക്രിപ്സ് ഇന്ത്യയിലെത്തി. അതായത് അതിനുശേഷമാണ് ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തുന്നത്. എന്നാൽ ഇന്ത്യയിൽ നേതാക്കന്മാരെ ചർച്ചയിലൂടെ അനുനയിപ്പിക്കുന്നത് സ്റ്റാഫോർഡ് ക്രിപ്സ് പരാജയപ്പെട്ടു. അങ്ങനെ ക്രിപ്സ് മിഷൻ എന്ത് ചെയ്തു? നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ട് നേതാക്കന്മാരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിൽ പരാജിതരായി. അങ്ങനെ ക്രിപ്സ് മിഷൻ എന്ത് ചെയ്തു? ക്രിപ്സ് മിഷൻ
പരാജയപ്പെട്ടു. അപ്പോൾ ഈ ക്രിപ്സ് മിഷന്റെ പരാജയത്തിന് ശേഷമാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അവസാനത്തെ ബഹുജന മുന്നേറ്റത്തിന് തുടക്കമാകുന്നത്. നോക്കിക്കേടാ, ഇതാ ഒരു മന്ത്രം, ഒരു കൊച്ചു മന്ത്രം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഇത് നിങ്ങൾ ഹൃദയത്തിൽ പതിപ്പിക്കണം. ഓരോ ശ്വാസത്തിലും അതിന് ആവിഷ്കാരം നൽകണം. മന്ത്രം ഇതാണ്: പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. നാം ഒന്നുകിൽ ഇന്ത്യയെ സ്വതന്ത്രമാക്കും, അല്ലെങ്കിൽ ആ ശ്രമത്തിൽ മരിക്കും. സ്ഥിരമായ അടിമത്തം കാണാൻ നമ്മൾ ജീവനോടെ ബാക്കിയാവില്ല. എടാ, ഈ ഡയലോഗ് പറഞ്ഞത് നമുക്ക് ഡു ഓർ ഡൈ എന്ന് പറയുന്ന ഡയലോഗ് അറിയായിരിക്കും. ഡു ഓർ ഡൈ എന്ന് പറഞ്ഞത് ആരാണ്? ഗാന്ധിജിയാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെയാണ് അത് പറഞ്ഞു തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറഞ്ഞത് ആരാണ്? മഹാത്മാഗാന്ധിയാണ്. 1942 ഓഗസ്റ്റ് 8 മുംബൈയിൽ നടന്ന ബഹുജന സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് ഗാന്ധിജി നടത്തിയ പ്രസംഗത്തിലെ ഭാഗമാണ് മുകളിൽ നമ്മൾ വായിച്ചത്. ഇതോടെ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് തുടക്കമായി. ഗാന്ധിജി ഉൾപ്പെടെയുള്ള നേതാക്കൾ ജയിലിലായിട്ടും സമരം മുഴുവൻ എന്ത് ചെയ്തു? രാജ്യം മുഴുവൻ വ്യാപിപ്പിക്കുകയുണ്ടായി. അപ്പോൾ 1942 ഓഗസ്റ്റ് 8 എന്ത് നടക്കുന്നത്? ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുന്നത്. ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണ് ഓഗസ്റ്റ് 9 സമ്മേളനം നടക്കുന്നത് ഓഗസ്റ്റ് 8 ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് 9 എടാ, അടുത്ത് പറയുന്നു, വിദ്യാർത്ഥികളും യുവജനങ്ങളും തൊഴിലാളികളും സ്ത്രീകളും എല്ലാം സമരത്തെ ഏറ്റെടുത്ത് മുന്നോട്ട് പോയി. പോസ്റ്റ് ഓഫീസുകൾ, കമ്പി തപാൽ ഓഫീസുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവ ആക്രമിക്കപ്പെട്ടു. ജയപ്രകാശ് നാരായണൻ, റാം മനോഹർ ലോഹിയ, അരുണ ആസഫ് അലി, സുചേത കൃപലാനി തുടങ്ങിയവർ ഒളിവിൽ നിന്ന് സമരം നയിച്ചു. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായണനെയാണ്. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് ആരെയാണ്? അരുണ ആസഫ് അലിയെയാണ്. ബോംബെ നഗരത്തിൽ നിന്ന് രഹസ്യമായി സംപ്രേഷണം ചെയ്ത കോൺഗ്രസ് റേഡിയോ വഴി നേതാക്കന്മാർ സമരക്കാരോട് സംസാരിച്ചിരുന്നു എന്നും പറയുന്നുണ്ട്. നോക്കിക്കോടാ, സമരം പലയിടത്തും ആക്രമണത്തിലേക്ക് നയിച്ചെങ്കിലും അക്രമങ്ങളെ അപലപിക്കാൻ ഗാന്ധിജി തയ്യാറായില്ല. ഭരണകൂടത്തിന്റെ അക്രമമാണ് ജനങ്ങളെ പ്രകോപിപ്പിച്ചതെന്നായിരുന്നു ഗാന്ധിജിയുടെ നിലപാട്. അക്രമത്തെ അപലപിക്കണമെന്ന സർക്കാരിന്റെ നിർബന്ധത്തിന് വഴങ്ങാതെ ഗാന്ധിജി ജയിലിൽ 21 ദിവസത്തെ നിരാഹാരം പ്രഖ്യാപിച്ചു. പഠിച്ചു വെച്ചോ, ഗാന്ധിജി എത്ര ദിവസത്തെ നിരാഹാരം പ്രഖ്യാപിച്ചു? 21 ദിവസത്തെ. ഗാന്ധിജിയെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് അന്തർദേശീയ പത്രങ്ങളൊക്കെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ എല്ലാറ്റിനെയും അതിജീവിച്ച് ഗാന്ധിജി നിരാഹാര വ്രതം പൂർത്തിയാക്കി. ഓക്കെ, ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ചില പ്രദേശങ്ങൾ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ നിയന്ത്രണത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടിരുന്നു. അവിടങ്ങളിൽ താൽക്കാലിക ഭരണകൂടങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരത്തെക്കുറിച്ചാണ് പറഞ്ഞത്. 1942 ഓഗസ്റ്റ് 8 സമ്മേളനം നടക്കുന്നത്. ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിച്ചത്. അരുണ ആസഫ് അലി എന്ന് പറയുന്നത് ക്വിറ്റ് ഇന്ത്യ സമര നായികയാണ്. ജയപ്രകാശ് നാരായണൻ ക്വിറ്റ് ഇന്ത്യ സമര നായകനാണ്. ഇതിനെ തുടർന്ന് 21 ദിവസത്തെ നിരാഹാരം ആര് പ്രഖ്യാപിച്ചു? മഹാത്മാഗാന്ധി പ്രഖ്യാപിച്ചു. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. സന്താൾ കലാപം നടന്ന വർഷം എന്നാണ്? സന്താൾ കലാപം നടന്നത് 1855 1856 കാലഘട്ടത്തിലാണ് സന്താൾ കലാപം നടക്കുന്നത്. അടുത്ത, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ബംഗാൾ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ബംഗാൾ ആണ്. അടുത്ത, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളി ആരാണ്? സി ശങ്കരൻ നായർ. 1897 അമരാവതി സമ്മേളനത്തിലാണ് ഇദ്ദേഹം അധ്യക്ഷനാകുന്നത്. ഗാന്ധിജിയും അരാജകത്വവും ആരുടെ കൃതിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ആരുടെയാണ്? സി ശങ്കരൻ നായരുടേതാണ്. അടുത്ത, ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എന്നാണ്? 1857 മെയ് 10 മീററ്റിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുന്നത്. 1857 മെയ് 10. അടുത്ത, ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണെന്ന് ചോദിക്കുന്നുണ്ട്. എന്നാണ് ക്വിറ്റ് ഇന്ത്യ ദിനം? നോക്കിക്കേ, ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്നത് 1942 ഓഗസ്റ്റ് 9 1942 ഓഗസ്റ്റ് 9 എന്ത്? ക്വിറ്റ് ഇന്ത്യ ദിനം. അടുത്ത, അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുക്കിൽ അതിർത്തി ഗാന്ധി ആരാണ് എന്നുള്ള കാര്യം ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിർത്തി ഗാന്ധി ആരാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ് അതിർത്തി ഗാന്ധിയായിട്ട് അറിയപ്പെടുന്നത്. അടുത്ത് നോക്കിക്കേ, സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഗോവ പോർച്ചുഗീസുകാരിൽ നിന്ന് വീണ്ടെടുക്കുന്നതിനായി ഇന്ത്യ നടത്തിയ സൈനിക മുന്നേറ്റം അറിയപ്പെടുന്ന പേരാണ് ഓപ്പറേഷൻ വിജയ്. ഏതാണ്? ഓപ്പറേഷൻ വിജയ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷനാണ് ആര്? ഫസൽ അലി. അതുകൊണ്ട് തന്നെ ഇതിനെ അറിയപ്പെടുന്ന പേരാണ് ഫസൽ അലി കമ്മീഷൻ. 41ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. കേരളത്തിന്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് ഏത്?
മംഗളവനം പക്ഷി സങ്കേതം. കടവാവലുകൾക്ക് പ്രശസ്തമാണ് ഏതെന്ന് പറയുന്നത് മംഗളവനം പക്ഷി സങ്കേതം. അതുപോലെ തന്നെ നമ്മുടെ ഹൈക്കോടതിയുടെ സമീപത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും മംഗളവനം പക്ഷി സങ്കേതമാണ്. സിംഹവാലൻ കുരങ്ങുകളുടെ ആവാസ വ്യവസ്ഥയായി നിലനിർത്തുന്നത് ഏതാണ്ട് സൈലന്റ് വാലിയിലാണ് നമ്മൾ സിംഹവാലൻ കുരങ്ങുകളെ സംരക്ഷിക്കുന്നത്. സൈലന്റ് വാലിയിലുള്ളത് ആരാണ്? സിംഹവാലൻ കുരങ്ങുകളാണ്. അടുത്ത 43ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏക ശുദ്ധജല തടാകമാണ് ഏതെന്ന് പറയുന്നത് ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ ഏക ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട കായലാണ്. കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നു. എന്തെന്നറിയപ്പെടുന്നു? കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ചോദിച്ചു കഴിഞ്ഞാലും ഏതാണ്? നമ്മുടെ ശാസ്താംകോട്ട കായലാണ്. സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ശാസ്താംകോട്ട കായലിനെ റാംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2002 എന്നാണ്. 2002 റാംസാർ പട്ടികയിൽ ശാസ്താംകോട്ട കായലിനെ ഉൾപ്പെടുത്തുന്നത്. ക്ലിയർ അല്ലേടാ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത 44ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഇടുക്കിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. 1975 ഒക്ടോബർ 4 ഇത് നിലവിൽ വരുന്നത്. 780 മെഗാവാട്ടാണ് ഇതിന്റെ ഉൽപാദന ശേഷി. സഹായം നൽകിയ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ കാനഡയാണ്. 45ാമത്തെ ക്വസ്റ്റ്യൻ, മത്സ്യബന്ധനം ഏറ്റവും കൂടുതലുള്ള ജില്ല? ആലപ്പുഴ. മത്സ്യബന്ധനം ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? ആലപ്പുഴയാണ്. 46ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏക ചന്ദന നിർമ്മാണ ഡിവിഷനാണ് ഏതെന്ന് പറയുന്നത്. ഏതാണ് ചന്ദന നിർമ്മാണ ഡിവിഷൻ? മറയൂരാണ്. ഏതാണ് ചന്ദന നിർമ്മാണ ഡിവിഷൻ? മറയൂരാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പട്ടണങ്ങളുള്ള ജില്ല, ഇത് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പട്ടണങ്ങളുള്ളത് എവിടെയാണ്? എറണാകുളത്താണ്. ഏറ്റവും കൂടുതൽ പട്ടണങ്ങളുള്ളത് എവിടെയാണ്? എറണാകുളത്താണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാറാണ്. പെരിയാറിന്റെ നീളം 244 കിലോമീറ്റർ ആണ്. തമിഴ്നാട്ടിലെ ശിവഗിരി മലയിൽ നിന്നാണിത് ഉത്ഭവിക്കുന്നത്. അടുത്ത്, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏതാണ്? ഓപ്ഷൻ ബി മലപ്പുറം. എവിടെയാണ്? മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ളത്. സംസ്ഥാനത്ത് 8നും 18നും ഇടയിലുള്ള കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് സ്പ്ലാഷ്. ഏത് പദ്ധതിയാണ്? സ്പ്ലാഷ്. തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭയുടെ സ്ഥാപകൻ ചോദിച്ചു കഴിഞ്ഞാൽ വക്കം അബ്ദുൽ ഖാദർ മൗലവി. ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? വേലുത്തമ്പി കലാപമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉണ്ടായ മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടാത്തത്. അടുത്ത, ആദിഭാഷ എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ്? ആദിഭാഷ എഴുതിയത് ചട്ടമ്പി സ്വാമികളാണ് ആദിഭാഷ എഴുതിയത്. പൂക്കോട്ടൂർ സംഭവം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പൂക്കോട്ടൂർ സംഭവം ഏതുമായി ബന്ധപ്പെട്ടതാണ്? പൂക്കോട്ടൂർ സംഭവം മലബാർ കലാപവുമായി ബന്ധപ്പെട്ടതാണ്. എടാ, എന്താണ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നതെന്ന് നോക്കിക്കേ. നിസ്സഹകരണവും ഖിലാഫത്തും ശക്തമായ മലബാറിൽ 1921 മലബാർ കലാപത്തിന്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവമാണ് പൂക്കോട്ടൂർ യുദ്ധം. 1921 നടന്ന മലബാർ കലാപത്തിന്റെ ഭാഗമായിട്ട് നടന്ന പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഈ പറയുന്ന പൂക്കോട്ടൂർ യുദ്ധം. പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറിയായ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ മോഷണക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യാൻ ബ്രിട്ടീഷ് പോലീസ് ശ്രമിച്ചതോടെയാണ് ഈ ഒരു കലാപം ആരംഭിക്കുന്നത്. 3000-ലധികം ആളുകൾ പങ്കെടുത്ത കലാപം അമർച്ച ചെയ്യാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏറെ പ്രയാസപ്പെട്ടു. യുദ്ധത്തിൽ 100 കണക്കിന് പേര് കൊല്ലപ്പെട്ടു. 1921 നടന്ന മലബാർ കലാപത്തിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ളതാണ് ഏതെന്ന് പറയുന്നത് പൂക്കോട്ടൂർ യുദ്ധം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. താഴെ പറയുന്നവയിൽ ഗ്രൂപ്പിൽ പെടാത്തത് ഏത്? ദൈവദശകം, ദർശനമാല, ശിവശതകം, നിജാനന്ദ വിലാസം. എടാ, ഇത് ബാക്കിയുള്ള 3ഉം ശ്രീനാരായണ ഗുരു രചിച്ചിട്ടുള്ള കൃതികളാണ്. നിജാനന്ദ വിലാസം ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയല്ല, അത് ചട്ടമ്പി സ്വാമികൾ എഴുതിയിട്ടുള്ള കൃതിയാണ്. അപ്പോൾ പെടാത്തത് ഏതാണ്? നിജാനന്ദ വിലാസം. 56ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം ഏതായിരുന്നു? ഏതാണ്? പയ്യന്നൂരാണ്. ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്നത് 1936 തൃശ്ശൂരിലാണ്. അടുത്ത, സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചു. സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചത് ആരാണ്? അയ്യങ്കാളി. സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചത് ആരാണ്? അയ്യങ്കാളിയാണ്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചതാണ് ആര്? ശ്രീനാരായണ ഗുരു. സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചത് അയ്യങ്കാളി. കേരള ലിങ്കൺ എന്നറിയപ്പെടുന്നത് ആരാണ്? പണ്ഡിറ്റ് കറുപ്പൻ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് സവർണജാഥ. വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കാണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് സവർണജാഥ നടത്തുന്നത്.
വൈക്കത്ത് നിന്ന് എങ്ങോട്ടേക്കാണ്? തിരുവനന്തപുരത്തേക്ക്. 1924 നവംബർ 1 എന്താരംഭിച്ചു? ജാഥ ആരംഭിച്ചു. നവംബർ 12 ഈ ജാഥ എന്ത് ചെയ്തു? തിരുവനന്തപുരത്ത് തിരിച്ചെത്തി. അപ്പോൾ 24 നവംബർ 1 വൈക്കത്ത് നിന്ന് ആരംഭിച്ചു. 24 നവംബർ 12 അതെവിടെ എത്തി? തിരുവനന്തപുരത്ത് എത്തി. അടുത്ത നോക്കിക്കേ, താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് മനുഷ്യനിലെ പ്രധാന വിസർജന അവയവം? ഏതാണ് തന്നിരിക്കുന്നവയിൽ പ്രധാനപ്പെട്ട വിസർജന അവയവം? വൃക്കയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. ശ്വസന പ്രവർത്തനങ്ങളിൽ നിശ്വാസ സമയത്ത് നടക്കുന്ന പ്രക്രിയകളിൽ ഏതാണ് ശരി എന്ന് കണ്ടെത്തുക. ഇവിടെ നോക്കിക്കോ, ശ്വാസകോശങ്ങളിൽ നിന്ന് വായു പുറന്തള്ളപ്പെടുന്നു എന്ന് പറയുന്ന പ്രസ്താവന ശരിയാണ്. അതുപോലെ ഔരസാശയത്തിലെ വായുമർദ്ദം കൂടുന്നു എന്ന് പറയുന്ന പ്രസ്താവനയും ശരിയാണ്. ബാക്കിയുള്ളത് നിശ്വാസ സമയത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളിൽ പെട്ടതല്ല, അത് ഉച്ഛ്വാസ സമയത്ത് പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് നിശ്വാസ സമയത്ത് നടക്കുന്ന പ്രക്രിയകളിൽ ശരി ഏതാണ് എന്നാണ്. 1, 3 ആണ് ശരി. അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. 63ാമത്തെ ക്വസ്റ്റ്യൻ, ഏത് ജീവകത്തിന്റെ അപര്യാപ്തതയാണ് റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണം? റിക്കറ്റ്സിന് കാരണമാകുന്നത് വൈറ്റമിൻ ഡി ആണ്. വൈറ്റമിൻ ഡി ആണ് റിക്കറ്റ്സിന് കാരണം. 64ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ് വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ? ഏതാണ്ട് നിപ്പയും എയ്ഡ്സും എന്ത് കാരണം ഉണ്ടാകുന്നതാണ്? വൈറസ് കാരണം ഉണ്ടാകുന്നതാണ്. സർക്കാർ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കുന്ന നവകേരള ദൗത്യത്തിന്റെ ഭാഗമായ പദ്ധതിയാണ് ആർദ്രം മിഷൻ. ആർദ്രം മിഷൻ എന്താണ്? സർക്കാർ ആശുപത്രികളെ ഔട്ട് പേഷ്യന്റ് ഫ്രണ്ട്ലി ആക്കുക എന്നുള്ളതാണ് ആർദ്രം മിഷന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. 66ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ, ചുവടെ ചേർത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗ്രഹ വാതകം അല്ലാത്തത് ഏതാണ്? നൈട്രജൻ ആണ്. വനനശീകരണത്തിന് കാരണമാകാത്തത് ഏത്? ഇവിടെ തന്നിട്ടുള്ളവയിൽ വനനശീകരണത്തിന് കാരണമാകാത്തത് സസ്യപരിപാലനം. ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ വനത്തിൽ നിന്ന് ലഭിക്കാത്ത ഉൽപ്പന്നം ഏതാണ്? പശ, പ്ലൈവുഡ്, പെട്രോൾ, മെഴുക്. നമുക്കറിയാം പെട്രോൾ വനത്തിൽ നിന്ന് ലഭിക്കുന്നതാണോ? അല്ല. 69ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ, കേരളത്തിലെ മണ്ണുത്തിയിൽ വികസിപ്പിച്ചെടുത്ത മികച്ച പാവൽ വിത്തിനം ഏതാണ്? കേരളത്തിലെ മണ്ണുത്തിയിൽ വികസിപ്പിച്ച മികച്ച പാവൽ വിത്തിനമാണ് പ്രിയങ്ക എന്ന് പറയുന്നത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോടാണ് സ്ഥിതി ചെയ്യുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ഒരാറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ. പ്രസ്താവന ശരിയാണ്. ആറ്റത്തിലെ ന്യൂക്ലിയോണുകളുടെ എണ്ണമാണ് അതിൻ്റെ മാസ് നമ്പർ. അതും ശരിയാണ്. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് കണ്ടെത്തിയത് റൂത്തർഫോർഡ് ആണ് എന്ന് പറയുന്ന പ്രസ്താവനയും ശരിയാണ്. ഒരേ അറ്റോമിക നമ്പരും വ്യത്യസ്ത മാസ് നമ്പരുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോബാറുകൾ എന്ന് പറയുന്ന പ്രസ്താവനയാണ് തെറ്റ്. അപ്പോൾ ഇതിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? 4 മാത്രം. അടുത്ത 72ാമത്തെ ചോദ്യം, സിങ്ക് ബ്ലെൻഡിന്റെ സാന്ദ്രീകരണത്തിന് ഉപയോഗിക്കുന്ന മാർഗം. സിങ്ക് ബ്ലെൻഡ് എന്ത് ചെയ്യും? പ്ലവന പ്രക്രിയ വഴിയാണ് അതിൻ്റെ സാന്ദ്രണം നടത്തുന്നത്. സിങ്ക് ബ്ലെൻഡിന്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗം ഏതാണ്? പ്ലവന പ്രക്രിയ. 73ാമത്തെ ക്വസ്റ്റ്യൻ, കാൽസ്യത്തിന്റെ ബാഹ്യതമ ഷെല്ലിന്റെ നമ്പർ എത്രയാണ്? കാൽസ്യത്തിന്റെ ബാഹ്യതമ ഷെല്ലിന്റെ നമ്പർ 4 ആണ്. കാൽസ്യത്തിന്റെ ബാഹ്യതമ ഷെല്ലിന്റെ നമ്പർ 4. ഡ്യൂട്ടീരിയത്തിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ 1. ഡ്യൂട്ടീരിയത്തിലെ ന്യൂട്രോണുകളുടെ എണ്ണം എന്താണ്? 1 ആണ്. ഹൈഡ്രജന്റെ ഐസോട്ടോപ്പാണ് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. അതിൽ ഡ്യൂട്ടീരിയത്തിൽ എത്ര ന്യൂട്രോൺ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 ആണ്. ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന രാസവസ്തു തന്നിട്ടുള്ളവയിൽ ഏതാണ്? സോഡിയം ബെൻസോയേറ്റ്. ഏതാണ്ട? സോഡിയം ബെൻസോയേറ്റ് ആണ് ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന രാസവസ്തു. അടുത്ത്, ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായി വർദ്ധിപ്പിച്ചാൽ അതിന്റെ ഗതികോർജത്തിന് എന്ത് മാറ്റം സംഭവിക്കും? പ്രവേഗം അല്ലെങ്കിൽ ഗതികോർജം 4 ഇരട്ടിയാവും. അടുത്ത 77ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് ഡാഷ്. എന്താണ്? ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് അതിൻ്റെ ഭാരം എന്ന് പറയുന്നത്. അടുത്ത 78ാമത്തെ ക്വസ്റ്റ്യൻ, സോളാർ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയായി മാറ്റി പ്രവർത്തിപ്പിക്കുന്ന ഉപകരണം ഏതാണ്? ഓക്കെ, ഇവിടെ തന്നിട്ടുള്ളവയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ ഇല്ല. സോളാർ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയായി മാറ്റി പ്രവർത്തിപ്പിക്കുന്ന ഉപകരണം തന്നിട്ടുള്ള ഓപ്ഷനിലില്ല. അതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ PSC എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തരംഗദൈർഘ്യം കൂടിയത് ഏതിനാണ്? തന്നിട്ടുള്ളവയിൽ തരംഗദൈർഘ്യം കൂടിയത് ഏതാണ്? ഓറഞ്ച് ആണ്. ഓറഞ്ച് ഉണ്ട്, നീലയുണ്ട്, പച്ചയുണ്ട്, വയലറ്റ് ഉണ്ട്. ഈ തന്നിട്ടുള്ളവയിൽ തരംഗദൈർഘ്യം കൂടിയത് ഓറഞ്ചിനാണ്. അടുത്ത, ഊഷ്മാവ് അളക്കുന്ന ഒരു യൂണിറ്റ് ആണ് കെൽവിൻ എന്ന് പറയുന്നത്. ഊഷ്മാവ് അളക്കുന്ന യൂണിറ്റ് ഇതാണ്, കെൽവിൻ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ ക്വസ്റ്റ്യൻസ് എല്ലാം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ക്വസ്റ്റ്യൻസും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള SCRT ഫാക്റ്റുകളും ഒക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും സ്വന്തമായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാൻ നോക്കുക. എന്നിട്ട് എത്ര മാർക്ക് കിട്ടി എന്നുള്ള കാര്യം നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഓക്കെ, അപ്പോൾ പുതിയൊരു സെഷനിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്